നമ്മൾ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളോട് ഈശോ ചോദിക്കും, ഞാൻ ആരാണെന്നാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ പറയുന്നത്, ഞാൻ ആരാണെന്നാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ പറയുന്നത്, ഞാൻ ആരാണെന്നാണ് അക്രൈസ്തവർ പറയുന്നത്. അവർ പലതും പറയുന്നു. അവൻ നല്ല ഗുരുവാണ്, മാസ്റ്ററാണ്, അധ്യാപകനാണ്, ഡോക്ടറാണ്, പലതും പറയും. ക്രിസ്തു പറഞ്ഞപ്പോരാ, ഞാൻ ആരാണെന്ന് താലിയിൽ കുരിശ് തൂക്കിയ നിങ്ങൾ പറ. ഞാൻ ആരാണെന്ന് കൊന്തയിൽ കുരിശ് തൂക്കിയ നിങ്ങൾ പറ. ഞാൻ ആരാണെന്ന് എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന നിങ്ങൾ പറ. ഞാൻ ആരാണെന്ന് എൻ്റെ രക്തം കുടിക്കുന്ന നിങ്ങൾ പറ. ഞാൻ ആരാണെന്ന് എന്നെ കൂടി സ്വയം ആശീർവദിക്കുന്ന നിങ്ങൾ പറ. നമുക്കും വേണം ഉത്തരം ക്രിസ്തുവിനെ നോക്കി പറയുവാനായി ഒരു ഉത്തരം. ഈ ഉത്തരം പറയുന്നതിന് മുമ്പ് ഈശോയെ അനുഭവിക്കാൻ മനുഷ്യന് 3 വഴികളുണ്ട്. ആ 3 വഴികളെ ആമുഖമായി ധ്യാനിക്കണം. കർത്താവിനെ അനുഭവിക്കാൻ 3 വഴികൾ. എബ്രായ ലേഖനം 13:8 കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. 2024 വർഷം മുമ്പ് അവൻ പിറന്ന രാത്രിയിൽ 3 മാർഗത്തിലൂടെ അവനെ കണ്ടെത്തി 3 കൂട്ടർ. ലോകാവസാനം വരെ ഈ 3 മാർഗത്തിലൂടെ യേശുവിനെ കണ്ടെത്തണം. 1 കർമ്മമാർഗം, 2 ജ്ഞാനമാർഗം, 3 ഭക്തിമാർഗം. 1 കർമ്മമാർഗം. എന്താ കർമ്മമാർഗം? ദൈവം നമ്മുടെ ലോകത്ത് ഒരു ഡ്യൂട്ടി തന്നിട്ടുണ്ട്. ആ ഡ്യൂട്ടി മരിച്ച് ചെയ്ത് പൂർത്തിയാക്കണം. എനിക്ക് തന്ന ദൗത്യം ഒരു വൈദികന്റെ ജോലിയാണ്. അന്തസ്സോടെ അത് ഞാൻ പൂർത്തിയാക്കണം. ഒരാൾക്ക് ഒരു സിസ്റ്ററിന്റെ ജോലിയാണ്. അഭിമാനത്തോടെ അത് പൂർത്തിയാക്കണം. ഒരുവന് ഭർത്താവിൻ്റെ അപ്പൻ്റെ റോള അത് മാന്യമായിട്ട് ജീവിച്ചു തീർക്കണം. ഒരു സ്ത്രീക്ക് അമ്മയുടെ ഭാര്യയുള്ള അത് ഭംഗിയായി ചെയ്യണം. ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്യുക. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വചനം പറയാൻ പോകണ്ട, അവൻ്റെ ഓട്ടോറിക്ഷ മാന്യമായി ഓടിച്ചാൽ മതി. ഒരു കശാപ്പുകാരൻ ധ്യാനിപ്പിക്കാൻ പോകണ്ട, അവൻ്റെ കശാപ്പ് അന്തസ്സോടെ നടത്തിയാൽ മതി. ഒരു റബ്ബർ വെട്ടുകാരൻ സാക്ഷ്യം പറയാൻ പോകണ്ട, അവൻ്റെ റബ്ബർ വെട്ട് ഭംഗിയായി നടത്തിയാൽ മതി. മുളക് പറിക്കാൻ പോകുന്നവൻ സുവിശേഷമല്ല തോട്ടിയും കെട്ടി ഏണിയും വെച്ച് അന്തസ്സോടെ മുളക് പറിച്ചാൽ മതി. ഏൽപ്പിച്ച പണി ഭംഗിയായിട്ട് ചെയ്യണം. കർമ്മമാർഗത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു കൂട്ടരാണ് ആട്ടിടയന്മാർ. ആട്ടിടയന്മാർക്ക് ഒരു പണിയേ ഉള്ളൂ: ചെന്നായിൽ നിന്നും ആടിനെ രക്ഷിക്കുക, മോഷ്ടാവിൽ നിന്നും ആടിനെ രക്ഷിക്കുക. അത് ഉറക്കടച്ചും ചെയ്തു, കർത്താവിനെ കണ്ടെത്തി. നമുക്ക് തന്ന പണി എത്ര ചെറുത് എത്ര വലുത് ഒന്നും ചിന്തിക്കല്ലേ. എനിക്ക് അച്ഛനായാൽ മതിയായിരുന്നു. ദമ്പതികൾ ചിന്തിക്കല്ലേ. അച്ഛന്മാർക്കൊക്കെ ചിലപ്പം പെണ്ണ് കെട്ടിയാൽ മതിയായിരുന്നു. എവിടെയാണോ അവിടെ അന്തസ്സോടെ ജീവിക്കുക. കർമ്മമാർഗത്തിലൂടെ ജീവിച്ച് ക്രിസ്തുവിനെ കാണുക. 2 ജ്ഞാനമാർഗം. എന്താ ജ്ഞാനമാർഗം? ശരിക്കും അറിവുള്ളവൻ ദൈവത്തിലെത്തും. നിരീശ്വരവാദിയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പോട്ടൻ. അവൻ വലിയ സംഭവം പറഞ്ഞ് മുഴപ്പിക്കും. പക്ഷെ അവനാണ് വെറും വട്ടപ്പൂജ്യം. കാരണം ശരിക്കും അറിവുള്ളവന് നിരീശ്വരവാദിയാകാൻ പറ്റുകയില്ല. മുറിവൈദ്യൻ ആളെ കൊല്ലും. 1-2 പുസ്തകം വായിച്ച് ഏതോ തീരി കേട്ട് നിരീശ്വരവാദിയാകാം. പക്ഷേ ബൈബിൾ പറയും ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ശരിക്കും അറിവുള്ളവൻ നിരീശ്വരവാദിയാകിയല്ല, ദൈവത്തിൻ്റെ ഉപാസകനാവും. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ. മുട്ടുകുത്തി പ്രാർത്ഥിക്കാത്ത രാത്രിയില്ല. പേപ്പട്ടി വിഷത്തിന് മരുന്ന് കണ്ടുപിടിച്ച ലൂയി പാസ്റ്റർ നടക്കുമ്പോൾ കൊന്ത ചൊല്ലി. ബൈബിൾ കയ്യിൽ അഭിമാനത്തോടെ കൊണ്ടു നടന്നു. ശാസ്ത്രജ്ഞന്മാർ പേടകങ്ങൾ അയക്കുമ്പോൾ വലിയ ബുദ്ധിമാനായ ശാസ്ത്രജ്ഞൻ അവൻ്റെ ഹൈന്ദവ ആചാരത്തിന് പൂജ നടത്തും, പ്രാർത്ഥിക്കും. ശരിക്കും അറിവുള്ളവൻ ദൈവത്തെ ആരാധിക്കും. ശരിക്കും അറിവുള്ളവൻ ദൈവത്തെ ആരാധിക്കും. ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു തിയറിയുണ്ട്: മാറ്ററും എനർജിയും, പിണ്ടവും ഊർജവും. പിണ്ടം വിറക്, ഊർജം തീ. പിണ്ടത്തിൻ്റെ 10 ഇരട്ടി ശക്തിയാണ് ഊർജമായ തീ. പക്ഷെ ഊർജത്തെ വീണ്ടും പിണ്ടമാക്കുമ്പോൾ പഴയ വിറകില്ല. ഇപ്പം ചോദിക്കും, എവിടെ പോയി പിണ്ടശോഷണം? അവർ പറയും, അവിടെ ഞങ്ങൾക്ക് ഉത്തരവില്ല, ദൈവത്തിന് മാത്രം. പിണ്ടമാ തലച്ചോറ്, പിണ്ടമാ ഹൃദയം. പക്ഷേ മാറ്റർ എനർജിയാണ് മനസ്സ്.
ഈ ഊർജം, അതിനെ സയൻസ് വിളിച്ചു ഈശ്വരൻ, ഈശ്വര സാന്നിധ്യം. ഇപ്പം ശരിക്കും അറിവുള്ളവർ ദൈവത്തെ തള്ളുകയല്ല, ദൈവത്തെ ആരാധിക്കും. അതാണ് അവൻ വരുന്ന രാത്രിയിൽ 3 രാജാക്കന്മാർ, 3 വിദ്വാൻമാർ, പൗരസ്ത്യദേശത്തു നിന്നും 3 വിദ്വാൻമാർ പോയി. അവർ പഠിച്ചു നക്ഷത്രം, ക്ഷീരപഥം, സൗരയൂഥം. സയൻറ്റിഫിക്കായിട്ട് നക്ഷത്രശാസ്ത്രം പഠിച്ചു. കൃത്യമായി ക്രിസ്തുവിൽ എത്തിച്ചേർന്നു. നല്ല പഠിത്തവും നല്ല അറിവും കൊണ്ടോ ദൈവത്തിലെത്തിച്ചേ. 3 ഭക്തിമാർഗം. എന്താ ഭക്തിമാർഗം? നമുക്ക് കുറച്ച് പാട്ടും സ്തുതിപ്പും പ്രാർത്ഥനയും മാത്രം പോരാ. കാരണവരെ പഠിപ്പിച്ച കൊന്ത, പണക്കമാസം, ലതീഞ്ഞ്, ലുത്തിനിയ, ദോഷവൃത്തി, കുരിശിൻ്റെ വഴി, ഇതൊക്കെ വേണം. ഈ ഭക്തിമാർഗം ഒരാളെ ക്രിസ്തുവിലെത്തിക്കും. അതാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയായ അന്ന പഠിപ്പിച്ച കുടുംബ പ്രാർത്ഥന വേറെ ഒന്നുമില്ല. വിശ്വസത്തോടെ പ്രാർത്ഥിച്ചു, എത്തിച്ചേർന്നു. അപ്പം ഈ 3 മാർഗത്തിൽ ക്രിസ്തുവിനെ നമ്മൾ നേടണം. എന്നിട്ട് ചോദിക്കണം, ക്രിസ്തു ആര്? ഏറ്റവും നല്ല ഉത്തരം തരുന്നത് സുവിശേഷകനായ യോഹന്നാൻ. സുവിശേഷകനായ യോഹന്നാൻ ആരെ എന്ന ചോദ്യത്തിന് തരുന്ന ഉത്തരം, യോഹന്നാൻ്റെ സുവിശേഷത്തിന് 4 പേരുകൾ. 1 ജീവൻ്റെ സുവിശേഷം, 2 പ്രകാശത്തിൻ്റെ സുവിശേഷം, 3 അടയാളങ്ങളുടെ സുവിശേഷം, 4 സമൃദ്ധിയുടെ സുവിശേഷം. യോഹന്നാൻ പറയുന്നു, ക്രിസ്തു വരുമ്പോൾ സമൃദ്ധി. 10 രൂപ കയ്യിലില്ലെങ്കിലും കർത്താവ് വന്നോ 10 ലക്ഷം അറിയാതെ കയ്യിൽ വരും. 10 ലക്ഷം ഉണ്ടെങ്കിലും കർത്താവില്ലേ അറിയാതെ കൈക്കൊരു ഓട്ട വീഴും. അവനുണ്ടോ? എല്ലാം ഉണ്ട്. അവനില്ലേ? ഒന്നുമില്ല. അതുകൊണ്ടാണ് യോഹന്നാനിൽ യേശു വരുമ്പോൾ സമൃദ്ധി. 2-ാം അധ്യായത്തിൽ അവൻ വന്നപ്പോൾ 6 ഭരണി വീഞ്ഞിൻ്റെ സമൃദ്ധി. 6-ാം അധ്യായത്തിൽ അവൻ വന്നപ്പോൾ 12 കൊട്ട അപ്പത്തിൻ്റെ സമൃദ്ധി. 21-ാം അധ്യായത്തിൽ അവൻ വന്നപ്പോൾ 153 മത്സ്യത്തിൻ്റെ സമൃദ്ധി. ഈശോ ഉണ്ടോ? നമുക്കെല്ലാം ഉണ്ട്. ഈശോയില്ലേ? നമുക്ക് ഒന്നുമില്ല. ലക്ഷങ്ങൾ കരുതി വെച്ചു പെരപണിയാൻ, നടക്കുന്നില്ല. കർത്താവില്ല. ഒന്നും കരുതിയിട്ടില്ല. ഓർക്കാപ്പുറത്ത് ഒരു പെരപണി നടന്നു, കർത്താവുണ്ട്. പെണ്ണിന് വയസ്സ് 30, സീതനം കൊടുക്കാൻ കാശ് ഇഷ്ടം പോലെ കരുതി വെച്ചു, പക്ഷെ നടക്കുന്നില്ല. പക്ഷെ ഒട്ടും ഓർക്കാപ്പുറത്ത് അയൽവക്കത്തെ ഇടവേന്ന് ഏറ്റവും യോജിച്ച ഒരാൾ, കർത്താവ് വന്നു, കാര്യം നടന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമുള്ള ഒരു പ്രതീകമാണ് വെള്ളം. മത്തായി, മർക്കോസ്, ലൂക്കോസിൽ വെള്ളമില്ല. യോഹന്നാനിൽ മുഴുവൻ വെള്ളമാണ്. വെള്ളം സമൃദ്ധിയാണ്. 1-ാം അധ്യായത്തിൽ വെള്ളത്തിൽ മീൻ പിടിച്ചവരെ ശിഷ്യരാക്കി. 2-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ വെള്ളത്തിൻ്റെ സൂചന, നിക്കോദേമോസേ, മാമോദീസ, നീ വീണ്ടും ജനിക്കണം. 4-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ കിണറ്റിലെ വെള്ളം. 5-ാം അധ്യായത്തിൽ ബെസേല കുളത്തിലെ വെള്ളം. 6-ാം അധ്യായത്തിൽ വെള്ളത്തിന് മീതെ നടന്നു. 7-ാം അധ്യായത്തിൽ ദാഹിക്കുന്നുമെന്ന് കുടിക്ക്. 9-ാം അധ്യായത്തിൽ ശീലോകകുളത്തിലെ വെള്ളം. 13-ാം അധ്യായത്തിൽ വെള്ളം കൊണ്ട് പാദം കഴുകി. 19-ാം അധ്യായത്തിൽ പടയാൾ കുത്തിയപ്പോൾ വെള്ളം ഒഴുകി. 21-ാം അധ്യായത്തിൽ ഏത് വെള്ളത്തിൽ നിന്ന് ശിഷ്യരെ വിളിച്ചോ വെള്ളത്തിലേക്ക് തിരിച്ചു നടത്തി. വെള്ളം സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ യേശു ആരെയെന്ന് ചോദിക്കുമ്പോൾ 7 ഉത്തരങ്ങളിലേക്ക് ആദ്യ മണിക്കൂറിൽ അച്ഛൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. 1, ആരാണ് യേശു? ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 2, 1 മുതൽ 11 വരെ വാക്യങ്ങൾ. യോഹന്നാൻ 2, 1 മുതൽ 11 വരെ. ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. 3-ാം ദിവസം കാനായിലെ ഒരു വീട്ടിൽ വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു.
പരന്നുകളിൽ വെള്ളം നിറയ്ക്കുമെന്ന് കൽപ്പിച്ചു. കഴുത്തോളം നിറയ്ക്കപ്പെട്ടു. കരങ്ങൾ നീട്ടിപ്പിടിച്ചു. അടുത്ത നിമിഷം വെള്ളരി വെളുത്ത വെള്ളം ചുവന്നു തൊടുത്ത് മാറി. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് നല്ലത് ആദ്യം വിളമ്പുന്നു, പൂസായി കഴിയുമ്പോൾ താഴ്ന്ന തരവും. ഒന്ന് വ്യാഖ്യാനിക്കാം. നമ്മുടെ നാട്ടിലെ വിവാഹ രീതിയും യഹൂദൻ്റെ വിവാഹ രീതിയും വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിൽ ഏപ്രിൽ 7 പുതുഞായറാഴ്ച ഒരു കല്യാണമുണ്ട് എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ 6 വൈകിട്ട് വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും. 7-ാം തീയതി പള്ളിയിൽ വരും, കർമ്മത്തിൽ പങ്കെടുക്കും, ഭക്ഷണം കഴിക്കും, പല്ലും കുത്തി കുറ്റവും പറഞ്ഞുകൊണ്ട് യാത്രയാകും. ചില ആൾക്കാർ പള്ളിയിൽ പോവുകയില്ല, പട്ടി കശാപ്പുകളെ പോകുന്ന പോലെ പാരീഷോളിൽ എല്ല് കടിക്കാൻ വേണ്ടി പോകും. സത്യം പറഞ്ഞാൽ ആദ്യം പള്ളിയിലെ കർമ്മം, എന്നിട്ട് ഭക്ഷണശാലയിൽ പോകാവൂ, അല്ലെ പോകാതിരിക്കുന്നതാണ് നല്ലത്. പ്രാർത്ഥിച്ചിട്ട് കഴിക്കുന്നതിൽ അർത്ഥമുള്ളൂ. പക്ഷേ യഹൂദർക്ക് അങ്ങനെയല്ല. യഹൂദർക്ക് ഏപ്രിൽ 7-ാം തീയതി കല്യാണം എന്ന് പറഞ്ഞാൽ മാർച്ച് 31 മുതൽ ഏപ്രിൽ 14 വരെ വിളിച്ച് വീട്ടിൽ കയറി ചെല്ലാം. ആഘോഷം പെണ്ണിൻ്റെ വീട്ടിലാണ്. ഏത് സമയത്തും ഇഷ്ടം പോലെ വീഞ്ഞ് വേണം, ആര് വന്നാലും കുടിക്കാൻ കൊടുക്കാൻ. വീഞ്ഞില്ലേ നാണക്കേട്. അപ്പോൾ ഓരോരുത്തരും വരുമ്പം ഏത് സമയത്തും വരാം. ചെറുക്കൻ്റെ വീട്ടുകാർക്ക് എപ്പോൾ വേണേലും വരാം. അതാണ് മത്തായി 25. മണവാളൻ അർദ്ധരാത്രിയിൽ വന്നു. അതിൻ്റെ അർത്ഥം ടാക്സിയും പിടിച്ച് പെണ്ണ് പിടിക്കാൻ വേണ്ടി രാത്രി കയറി വന്നു എന്നല്ല. ഏത് സമയത്തും ചെല്ലുമ്പോൾ വീഞ്ഞ് വേണം. ചെല്ലുമ്പോൾ ക്ഷണക്കത്ത് കാവൽക്കാരൻ്റെ കൊടുക്കണം. കാവൽക്കാരന് ക്ഷണക്കത്ത് മേടിച്ച് വെച്ചിട്ട് ഒരു മഴക്കോട്ട് പോലെ ഒരു ഓവർകോട്ട് വധിക്കാൻ കൊടുക്കും. ആ കോട്ടിൻ്റെ പേരാണ് വിവാഹ വസ്ത്രം. അതും വധിച്ച് മുറിക്കകത്ത് കയറിയാൽ കഴുത്തറ്റം തിന്നാം, മൂക്കറ്റം കുടിക്കാം, ഏമ്പക്കം വിടാം. പോകുമ്പോൾ കോട്ട് ഊരി കൊടുക്കുക, കത്ത് മേടിച്ച് പോക്കറ്റിൽ ഇടുക, വീട്ടിൽ ചെല്ലുക, കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേൽക്കുക, കത്തെടുക്കുക, കൊണ്ടു കൊടുക്കുക, കോട്ടിടുക. ഇങ്ങനെ 14 ദിവസം. അങ്ങനെ ഒരാഴ്ച കാലം പലരും കയറി ഇറങ്ങി ഉള്ള വീഞ്ഞ് മുഴുവൻ തീർന്നുപോയി. അപ്പോഴാണ് കർത്താവായ യേശു വന്നു. യേശു വന്നപ്പോൾ യേശു മാത്രമല്ല, വിളിക്കാത്ത കുറേ പേര് അവനെ കാണാൻ വന്നു. സ്ഥലം MLA യോ MP യോ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അവർ മാത്രമല്ല, വിളിക്കാത്ത ലോക്കൽ നേതാക്കന്മാർ കൂട്ടത്തിൽ ഒരുമിച്ച് കയറി വരും. നിങ്ങൾ നീണ്ട യാത്ര ചെയ്യുമ്പോൾ ആര്യഭവൻ, വസന്തഭവൻ, ശരവണഭവൻ, ഉടുപ്പി ഹോട്ടൽ ഇവിടെയെല്ലാം കയറി ഭക്ഷണത്തിന് ഓർഡർ കൊടുക്കും. ഓർഡർ കൊടുക്കുന്നത് ചപ്പാത്തി, നെയ് റോസ്റ്റ്, പൂരി മസാല, മസാല ദോശ. പക്ഷേ ഓർഡർ കൊടുത്തിന് വയ്യാവലി പ്ലേറ്റിൽ കയറി കുത്തിയിരിക്കും തൊളവട എന്ന് പറയുന്ന ഉഴുന്നുവട. പിന്നെ മര്യാദ ഉള്ളതുകൊണ്ട് അവൻ്റെ മോന്തക്കിട്ട് എറിയല്ല, തിന്നിട്ട് പോരും. കാനായിലെ വീട്ടിൽ വിളിക്കാത്ത ഉഴുന്നുവട പോലെ കുറേ പേർ ഉരുണ്ട് കയറി വന്നു. ഇത്രയും പേര് വന്നപ്പം കുടിക്കാൻ കൊടുക്കാൻ വീഞ്ഞില്ല. വീട്ടുകാർക്ക് നാണക്കേട്. ആ നാണക്കേടിൽ പരിശുദ്ധ അമ്മ തൻ്റെ ഡ്യൂട്ടി ആരംഭിച്ചു. മാതാവ് എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നു? മറിയം ലോകത്തിലേക്ക് വന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വേണ്ടിയാണ്. 2024 വർഷം മുമ്പ് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന, മോനെ വീഞ്ഞ് തീർന്നുപോയി. 2 കാര്യങ്ങൾ മാതാവ് നമുക്ക് വേണ്ടി ചെയ്യും. ഒന്ന്, എൻ്റെ ആവശ്യം ഈശോയോട് പറയും. 2, ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളോട് പറയും. ഇതാണ് മറിയം ഒരു ഗോപിണിയാണ്. നമ്മുടെ ആവശ്യം കർത്താവിനോട് പറയും. അവർക്ക് വീഞ്ഞില്ല, അച്ഛന് കൃപയില്ല, ദമ്പതികൾക്ക് സമ്പത്തില്ല, കുടുംബത്തിൽ ചൈതന്യമില്ല, അവർക്ക് വീഞ്ഞില്ല. എന്നിട്ട് പറയും, വീഞ്ഞുണ്ടാകണോ? അവൻ പറയുന്ന പോലെ ചെയ്യുക. പരന്നുകൾ നിറയ്ക്കപ്പെട്ടു. രക്ഷകൻ്റെ പുണ്യകരങ്ങൾ നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് വെളരി വെളുത്ത പച്ചവെള്ളത്തിൻ്റെ മുഖം നവവധുവിൻ്റെ മുഖം പോലെ ചുവന്നു തൊടുത്തു. വീര്യമുള്ള വീഞ്ഞായി വാരികോരി വിളമ്പി. ഇവിടെ കലവറക്കാരൻ പറഞ്ഞ വാക്ക് നമ്മൾ ഒന്ന് ധ്യാനിക്കുന്നു. കലവറക്കാരൻ പറയുകയാണ്, എല്ലാവരും മുന്തിയ ഇനം ആദ്യം വിളമ്പുന്നു, പൂസായി കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് അവസാനം വരെ സൂക്ഷിച്ചു വെച്ചല്ലോ. എല്ലാ ജീവിതാന്തസ്സിലും നല്ലത് ആദ്യം വിളമ്പും. അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? പട്ടം കിട്ടിയ ആദ്യ കാലങ്ങളിൽ ചില കൊച്ചച്ഛന്മാർ കുർബാന അർപ്പിക്കുന്ന കണ്ടാൽ തോന്നും ഈ കക്ഷിയാണ് വിശുദ്ധ കുർബാന
കണ്ടുപിടിച്ചയാളും സ്ഥാപിച്ചയാളും. നാടകം പോലെ, സിനിമ പോലെ ഏങ്ങലടിച്ച് ബലിയർപ്പിക്കുന്ന അച്ഛന്മാരെ കാണാം. ചില പുത്തൻ അച്ഛന്മാർ സമാധാനം കൊടുക്കുന്ന കണ്ടാൽ കുരിശിൻ്റെ നീളം പരലോകം മുതൽ പാതാളം വരെയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. പക്ഷേ 10-15 വർഷം കഴിഞ്ഞ് അച്ഛൻ സമാധാനം കൊടുക്കുന്ന കണ്ടാൽ പൂച്ച മണ്ണ് മാന്തിയ പോലെ. സമാധാനം നിങ്ങളോടുകൂടെ. വീര്യം പോയി, ലഹരി പോയി. ഇത് കുടുംബത്തിലുമുണ്ട്, വിവാഹത്തിലുമുണ്ട്. കല്യാണം കഴിയുന്നു, ആദ്യ നാളുകളിൽ പൊന്നെ തേനെ ചക്കര മുത്തേ പാലേ വയമ്പേ, കുറേ കഴിയുമ്പം വീര്യം പോയി. ഒരുത്തൻ കല്യാണം കഴിഞ്ഞ് ഭാര്യയും കൊണ്ട് വീടിൻ്റെ ഗേറ്റ് കടന്നു വരിക. ഗേറ്റ് കടന്നു വന്നപ്പോൾ വീഡിയോക്കാരൻ പറഞ്ഞു, നീ അവളെ ഒന്ന് കോരിയെടുത്ത്, ഇന്ന് നല്ല മണമുള്ള ദിവസമാണ്. അവൻ കോരിയെടുത്തു. പക്ഷെ വെയിറ്റ് കൂടുതലായിരുന്നു. സിമിലിയാക്ക് ചുമക്കുന്ന പോലെ വേച്ച് ഇവളെയും ചുമന്നുകൊണ്ട് ഇവൻ ആടിപ്പോയി. ഇവൻ്റെ അമ്മ പെരയ്ക്കകത്തിരുന്ന് ജനലിലൂടെ കണ്ടു മോൻ ഭാര്യയെ ചുമന്നുകൊണ്ട് വരുന്നത്. അമ്മ പറഞ്ഞു, വിവാഹം വരുന്ന മാറ്റം എൻ്റെ കർത്താവേ, 5 കിലോ റേഷനറി കിട്ടിയാൽ ഓട്ടോറിക്ഷയെ കൊണ്ടുവരുന്നവന് കണ്ടില്ലേ 65 കിലോയും ചുവന്നോട് വരുന്നൊരു വരവ്. ആദ്യകാലങ്ങളിൽ ഒരു വലിയ വീര്യം, ഒരു ചൈതന്യം. കഴിഞ്ഞ 50 നോയമ്പിൽ ഒരു പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കുക. വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കാപ്പി കുടിക്കാൻ പോയി. കാപ്പി കുടിച്ചിട്ട് ഞാൻ പള്ളിയിലോട്ട് നടക്കുമ്പം 5:30 കുരിശിൻ്റെ വഴി തുടർന്ന് 8:30 വരെ അച്ഛൻ്റെ ധ്യാനപ്രസംഗമാണ്. ഞാൻ നോക്കുമ്പോഴുണ്ട് 65 വയസ്സുള്ള സ്ത്രീ വീർത്ത മുഖവുമായിട്ട് മുമ്പിൽ നടന്നു പോകുന്നു. ഒപ്പം പ്രായമുള്ള കെട്ടിയവൻ വീർപ്പിച്ച മുഖമായിട്ട് പിന്നാലെ പോകുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടാ 50 നോമ്പിലെ വെള്ളിയാഴ്ചയല്ലേ, കുരിശിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു, ആ വഴിക്ക് തന്നെ അച്ഛാ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. കുരിശ് മുമ്പിലും പോകുന്നു, കുരിശിൻ്റെ വഴിക്ക് ചേട്ടനും പോകുന്നു. ആദ്യം നന്നായിട്ട് ആരംഭിച്ചു, പിന്നെ ഒരു മരവിപ്പ്, ഒരു മന്ദത ജീവിതത്തിൽ. ഈശോ വരുമ്പോൾ ഡെൻസിറ്റി വർദ്ധിക്കും. അതാണ് കർത്താവിൻ്റെ പ്രത്യേകത. അവൻ വരുമ്പോൾ ഡെൻസിറ്റി വർദ്ധിക്കും, സാന്ദ്രത വർദ്ധിക്കും. അവൻ വന്നാൽ വെള്ളത്തിൻ്റെ സാന്ദ്രത വീഞ്ഞിൻ്റെ സാന്ദ്രതയാവും. അവൻ അൾത്താരയിൽ വന്നാൽ വീഞ്ഞിൻ്റെ സാന്ദ്രത രക്തത്തിൻ്റെ സാന്ദ്രതയാവും. കല്യാണം കഴിക്കുമ്പോൾ വെള്ളം ഇഷ്ടം, 25 വർഷം ജൂബിലി ആഘോഷിക്കുമ്പോൾ വീഞ്ഞ് സ്നേഹം. ഇഷ്ടം മാറി മാറി പോകും. ഇഷ്ടപ്പെടാൻ ബ്ലൗസിൻ്റെ മിനുസം, വയറിൻ്റെ തുടിപ്പ്, ബോഡിയുടെ ഫിഗർ, മുടിയുടെ നീളം, പല്ലിൻ്റെ നിരപ്പ്, സ്വർണ്ണത്തിൻ്റെ പകിട്ട്, ചെരുപ്പിൻ്റെ ഇരിപ്പ്, ഇതൊക്കെ മതി ഇഷ്ടപ്പെടാൻ. പക്ഷെ സ്നേഹിക്കാനോ, പല്ല് പറഞ്ഞാലും മോണ ഒട്ടിയാലും കവിളിൽ കുഴു വീണാലും സൗന്ദര്യം ചോർന്നാലും സ്നേഹം, ഇതാണ് വീഞ്ഞ്. ഇഷ്ടം, അതാണ് വെള്ളം. ഇഷ്ടത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് വളരണം. ക്രിസ്തു വരുമ്പോൾ ആ സാന്ദ്രത വർദ്ധിക്കും. ഒരു നോൺ വെജ് ഹോട്ടലിൽ 75 വയസ്സുള്ള അങ്കിളും ഒപ്പം പ്രായമുള്ള ആൻറ്റിയും കൂടി മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കുക. അങ്ങനെ കഴിച്ചപ്പോൾ 5-6 കോളേജ് പിള്ളേർ ഹോട്ടലിൽ ഇടിച്ചു കയറി. അവർ 2 റൗണ്ട് കഴിച്ചു കഴിഞ്ഞിട്ടും ഈ അങ്കിളും ആൻറ്റിയും കഴിച്ച് തീരുന്നില്ല. പിള്ളേർ പറഞ്ഞു, അങ്കിൾ ആൻറ്റി കാശ് ഇല്ലാത്തതുകൊണ്ടല്ലേ പയ്യെ ഇരുന്ന് കഴിക്കുന്നത്. ഞങ്ങൾ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം അങ്കിൾ പറഞ്ഞു, ഞങ്ങളെ ശല്യപ്പെടുത്തരുത്, ഞങ്ങൾ സമാധാനത്തിൽ ഷെയർ ചെയ്യുക. പിള്ളേർ ചോദിച്ചു, എന്നതാ ഷെയർ ചെയ്യുന്നത്? അങ്കിളുടെ മറുപടി, ഞങ്ങളുടെ പല്ല്. ആദ്യം അങ്കിൾ കഴിക്കും, പിന്നെ ആൻറ്റിക്ക് കൊടുക്കും, ആൻറ്റി കഴിക്കും, അങ്കിളിന് കൊടുക്കും. ഇഷ്ടത്തിൽ നിന്നും സ്നേഹത്തിലേക്കുള്ള വളർച്ച, സ്നേഹത്തിലേക്ക്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, കാനായിലെ വീട്ടിൽ കാണുന്ന ഒരു സംഭവം. ഒരു നല്ല വഴക്കിന് കാനായിൽ വകുപ്പുണ്ട്. വഴക്കുണ്ടായി. വഴക്ക് എഴുതിയാൽ ബൈബിളിൻ്റെ സ്റ്റാൻഡേർഡ് പോകും. അതുകൊണ്ട് യോഹന്നാൻ ആ വഴക്ക് എഴുതിയിട്ടില്ല. എന്താ വഴക്ക്? എല്ലാ കരുതലുമുള്ള കല്യാണ വീട്ടിൽ വീഞ്ഞു തീരാൻ കാരണക്കാരാര്? ഭാര്യ പറഞ്ഞു, താൻ അരക്കന പിശുക്കന, പിശുക്കന അരക്കനാന്ന്. കല്യാണം കഴിഞ്ഞ ആദ്യ നാൾ മുതൽ പിടികിട്ടുക. എന്നാലും എൻ്റെ അരക്ക നമ്മുടെ പെണ്ണിൻ്റെ കല്യാണ ദിവസം ഈ പിശുക്കൻ്റെ പണി കാണിച്ചത് മഹാമോശമായിപ്പോൾ. മോള് പറഞ്ഞു, അപ്പൻ ലുപ്തന പിശുക്കന, പിശുക്കന ലുപ്തനാന്ന്. നാട്ടുകാരും അമ്മയും പറഞ്ഞു. പക്ഷേ ഞാൻ വിശ്വസിച്ചില്ല. എന്നാലും എൻ്റെ കല്യാണ ദിവസം ഈ ലുപ്തൻ്റെ പണി കാണിച്ചത് മഹാമോശം.
അപ്പം പറഞ്ഞ മോളെ നിൻ്റെ കുഴപ്പമാ, കണ്ട് ഊത്തവയറന്മാർ കൂട്ടുകാരെ വിളിച്ചപ്പം മുൻകൂർ നമ്പർ തരണം, നമ്പർ തന്നില്ല, അങ്ങനെയാ കണക്ക് തെറ്റിയത്. പണിക്കാർ പറഞ്ഞു എന്നാ ഒരു തന്തയാ, 500 വയറന്മാരും 50 ഗ്ലാസ് വീഞ്ഞും, വിളമ്പിക്കോ ഒപ്പിച്ചോ, ഒപ്പിച്ചോ വിളമ്പിക്കോ, എങ്ങനെ ഒപ്പിക്കാനാ? വേറെ ചില പറഞ്ഞു വിളമ്പുന്നമാരുടെ കുഴപ്പമാണ്, അവർ 1 ഗ്ലാസ് വിളമ്പും അടുത്തത് മോന്തും, പിന്നത്തേത് വിളമ്പും അടുത്തത് മോന്തും. അതിൻ്റെ തെളിവുണ്ട്. വെള്ളം വീഞ്ഞാക്കിയിട്ട് പറഞ്ഞ എന്താ, ആദ്യത്തേതിനേക്കാൾ മുന്തിയ ഇനം ഇതാണല്ലോ എന്ന് പറയണമെങ്കിൽ ആദ്യത്തേത് മോന്തിയിട്ടിരിക്കുകയാണ്, ഇത് മുന്തിയതാണല്ലോ എന്ന് പറയാൻ. കാനായിലെ വീട്ടിൽ കുറേ പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവരും ഒരു കമൻറ്റ് പറഞ്ഞു. അവർ പറഞ്ഞു തമ്പുരാനെ ഒരു തുള്ളി വീഞ്ഞ് കുടിച്ചില്ലേലും വേണ്ടിയല്ല, ഇവിടുത്തെ പെമ്പറന്നതിലെ ഗമ ഒന്ന് തീർന്നു കിട്ടിയല്ലോ, അത്രയും കണ്ടാൽ മതി. പക്ഷേ കാനായിൽ ഒരമ്മയുണ്ട്, സങ്കടങ്ങളുടെ സപ്തസാഗരങ്ങൾ നീന്തിക്കറിയാം അമ്മ. അമ്മയ്ക്കറിയാം പ്രശ്നക്കാരെ കണ്ടുപിടിച്ചാൽ പരിഹാരമില്ല, പരിഹാരം തരുന്നവനെ കണ്ടുപിടിക്കണം. മോനെ വീഞ്ഞില്ല, പരിഹാരമായി. സ്നേഹമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പരിഹാരം പന്തലിൻ്റെ പുറത്തല്ല, പന്തലിൻ്റെ അകത്താണ്. കാനായിൽ വീഞ്ഞു തീർന്നപ്പോൾ മറിയ ഓടിയില്ല എലിസബത്തിനോട് വീഞ്ഞ് വായ്പ ചോദിക്കാൻ. അയൽപക്കത്ത് പോയില്ല, പറഞ്ഞില്ല മട്ടുണ്ടോ കലക്കാൻ, ഇല്ല. അമ്മയ്ക്കറിയാം പരിഹാരം തരുന്നവൻ പന്തലിൻ്റെ പുറത്തുണ്ട്. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഉടനെ അട്ടപ്പാടി, അണക്കര, ജെറുസലേം, അസീസി ധ്യാനമന്ദിരങ്ങളിലേക്ക് ഒന്നും ഫോൺ ചെയ്യേണ്ട. അങ്ങനെ ഫോൺ ചെയ്താൽ വെറും പച്ച മനുഷ്യരായ കൗൺസിലേഴ്സ് അബദ്ധമായ ഗൈഡൻസ് തന്ന് ചുമ്മാ പറയും, പൂർവ്വശാപം, അങ്ങനെ ബന്ധനം, ഇങ്ങനെ ബന്ധനം, ഇതുപോലെയൊക്കെ പറയും. നമുക്ക് പ്രശ്നം വരണോ പുറത്തേക്ക് പോകല്, നിങ്ങളുടെ കൊന്തയെടുത്ത് പെരയ്ക്കകത്ത് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കൊന്ത ചെല്ലുക, ബൈബിൾ എടുത്ത് വായിക്കുക, പള്ളിയിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്ന് ശാന്തമായിരിക്കുക. പരിഹാരം തരുന്നവൻ പന്തലിൻ്റെ പുറത്തല്ല, പന്തലിൻ്റെ അകത്താണ്. കാനാ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു സന്ദേശം. കാനായിൽ നിന്നും 3 പാഠങ്ങൾ പഠിക്കണം. ഒന്ന്, പരിഹാരം തരുന്നവൻ പന്തലിൻ്റെ പുറത്തല്ല, പന്തലിൻ്റെ അകത്താണ്. രണ്ടാമത് ഒരു സന്ദേശം ഇതാണ്, ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ തളരാതിരിക്കണോ, ഈശോയെയും മാതാവിനെയും ജീവിതത്തിലേക്ക് മുൻകൂട്ടി ക്ഷണിക്കുക. ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ തളരാതിരിക്കണോ, ഈശോയ്ക്കും മാതാവിനും ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുക. കണക്കൂട്ടലുമുള്ള കല്യാണ വീട്ടിലാണ് വീഞ്ഞു തീർന്നത്, ഈശോയും മാതാവും കൊണ്ട് പരിഹാരമായി. ഞാൻ ഓർക്കുകയാണ്, ഇങ്ങനെ പോയാൽ ഒരു 15 വർഷം കൂടി ധ്യാനിപ്പിച്ച് നടക്കാം. പെട്ടെന്നാണ് ഒരു സ്വരവെടുപ്പ്, ഒരു മാന്യം, ഒരു സ്ട്രോക്ക്. തകർന്നു. തകരാതിരിക്കണോ, ഈശോയും മാതാവിനും ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്ക് പലതും നേടാമെന്ന് കരുതുമ്പോഴാണ് മോൻ്റെ ഭാര്യ, കൊച്ചുമക്കൾ പ്രതീക്ഷിക്കാത്ത ട്രാക്കിലൂടെ സഞ്ചരിച്ച് നിങ്ങളെ മുറിപ്പെടുത്തുമ്പോൾ തളരാതിരിക്കണോ, ഈശോയും മാതാവും കുടുംബത്തിൽ വേണം, ഹൃദയത്തിൽ വേണം. അങ്ങനെയാണ് ഒരിക്കലും തളരുകയല്ല, തകരുകയല്ല. മൂന്നാമതൊരു ചിന്ത, ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറണോ, ഈശോ വരണം. കാനായിലെ വീട്ടിൽ ഒഴിച്ചു കളയുന്ന വെള്ളം, ഈശോ വന്നപ്പോൾ കുടിച്ചു തീർക്കുന്ന വീഞ്ഞ്. കിളിയാർ കണ്ടത്തും പരിസരത്തുമുള്ള നമ്മുടെ വീട്ടിലുണ്ടാകാം ഒഴിച്ചു കളയുന്ന വെള്ളം. വീട് വെഞ്ചിരിപ്പിന് വിളമ്പുന്ന കള്ള്, ആവശ്യമില്ലാതെ കരുതുന്ന ചെരുപ്പ്, ആവശ്യമില്ലാതെ സൂക്ഷിക്കുന്ന വസ്ത്രങ്ങൾ, ആവശ്യമില്ലാത്ത മുഴുപ്പിൽ പണിയുന്ന പെരകൾ ഒഴിച്ചു കളയുന്ന വെള്ളമാണ്. അങ്ങനെയുള്ള പണം ദൂർത്താകുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ അല്പം ഉപകാരം ചെയ്യണം. ഒരു കിഡ്നി പേഷ്യൻറ്റിന് ഡയാലിസിസിന് 500 രൂപ അതിൽ നിന്നും കൊടുക്കണം. ഒരു BSc നേഴ്സിംഗ് പഠിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടിക്ക് ഫീസിൻ്റെ അംശമായി അല്പം പണം കൊടുക്കണം. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ പെര നന്നാക്കാൻ അല്പം പൈസ കൊടുക്കണം. പൊടിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പല കുടുംബങ്ങളിലും 1ഉം 2ഉം മക്കൾ, 1ഉം 2ഉം മക്കൾ. ആ 2 മക്കളും ജോലിയായി പലയിടത്ത് പോകുമ്പോൾ പാവം അപ്പനും അമ്മയും മാത്രം വീട്ടിൽ ബാക്കിയുണ്ട്. എത്ര വളർത്തിയ മക്കൾക്കും അവർ നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ജീവിത സാഹചര്യം കൊണ്ട് നിൽക്കാൻ പറ്റാതെ ഇവർ പോകുമല്ലോ. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ 2 മക്കളുള്ള ആൾ 2 മക്കൾക്ക് ഡ്രസ്സ് മേടിക്കുമ്പോൾ
മൂന്നാമതൊരു കൊച്ചിനും കൂടി ഡ്രസ്സ് മേടിക്കണം. അതാ ക്രൈസ്തവ ആധ്യാത്മികത. എൻ്റെ വീട്ടിൽ 2 ഉള്ളൂ, അനുഭവിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല, അവിടെ വഴിക്ക് പോകും. ഒരു പാവപ്പെട്ട കുട്ടിക്ക് കൂടി ഡ്രസ്സ് എടുക്കണം. എൻ്റെ കുഞ്ഞിന് ചെരുപ്പ് മേടിക്കുമ്പോൾ അയൽപക്കത്തെ ഒരു പാവപ്പെട്ട കുഞ്ഞിന് കൂടി ചെരുപ്പ് മേടിക്കണം. എൻ്റെ പെണ്ണിനെ കെട്ടിച്ചു വിടുമ്പോൾ ഒരു ചെറിയ തുക ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി നീട്ടി വെക്കണം. മൂന്നാമതൊരു കുഞ്ഞ് ഉള്ളതുപോലെ നമ്മൾ പെരുമാറണം. ഈസ്റ്ററിന് ചിക്കനും അപ്പവും കഴിക്കുമ്പം അത് മേടിക്കാൻ കഴിവില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിൽ അതിനുള്ള പൈസ കൊടുക്കണം. ഇതാണ് ക്രൈസ്തവാധ്യാത്മികത. ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറണം. പുണ്യം പറഞ്ഞിട്ടോ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയിട്ടോ ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള പ്രായോഗിക പ്രവൃത്തികളിലേക്ക് കത്തോലിക്ക സഭ വളരണം. ഇവിടെയാണ് ക്രിസ്തു പറയുക, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. യേശു വരുമ്പോൾ ഗുണമേന്മകൾ മാറി മറിയുന്നു. നിരാശ ബാധിച്ച മനസ്സിന് പ്രതീക്ഷ, രോഗമുള്ള ശരീരത്തിന് സൗഖ്യം, അസ്തമിച്ച സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ ചിറക്. 2, യേശുവിൻ്റെ 2ാമത്തെ അധികാരം ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 4:46 മുതൽ വാക്യങ്ങൾ. ശതാധിപൻ വഴിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വീട്ടിൽ കിടന്ന പുത്രൻ സുഖപ്പെട്ടു. ശതാധിപൻ വഴിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വീട്ടിൽ കിടന്ന പുത്രൻ സുഖപ്പെട്ടു. നമ്മുടെ പ്രാർത്ഥന മഴ പെയ്യുന്നത് പോലെ. കിളിയാറ കണ്ടത്തെ നിങ്ങളുടെ പെരയ്ക്കകത്തിരുന്ന് സന്ധ്യാപ്രാർത്ഥനയിൽ ദൂരെയുള്ള മക്കളെ ഓർത്ത് ഒരു നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോൾ ദൂരെയുള്ള മക്കളിൽ അത്ഭുതം നടക്കും. കാരണം പ്രാർത്ഥന മഴ പെയ്യുന്നത് പോലെ. എങ്ങനെയാ മഴ പെയ്യുക? സമുദ്രത്തിലെ വെള്ളം നീരാവായിട്ട് ഉയർന്ന് മഴ മേഘമായിട്ട് കെട്ടിക്കിടന്ന് മഴത്തുള്ളിയായിട്ട് പെയ്തിറങ്ങും. ഒരമ്മ ഈശോയെന്ന് വിളിക്കുമ്പം, ഒരപ്പൻ കർത്താവെന്ന് വിളിക്കുമ്പം ആ വിളി നീരാവി പോലെ ഉയരും. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ മേഘമായിട്ട് കെട്ടിക്കിടക്കും. അത് UK മകളിൽ മഴയായി പെയ്യും. ഇസ്രയേലിലെ ജീവിത പങ്കാളിയിൽ മഴയായി പെയ്യും. ഹോസ്റ്റലിലെ കുഞ്ഞിൽ മഴയായി പെയ്യും. പ്രാർത്ഥന മഴ പെയ്യുന്നത് പോലെ. നമ്മൾ ചുമ്മാ അങ്ങ് പ്രാർത്ഥിച്ചോണം, ഒരു മടിയും കൂടാതെ പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും. ഭാഷയൊന്നും നോക്കണ്ട. ഒരമ്മച്ചിക്ക് മനസ്സിൽ പ്രയാസമുള്ളൂ, കിടക്കാൻ നേരത്ത് കുരിശുരൂപത്തെയോ തിരികത്തെ രൂപത്തെ നോക്കി പറയണം, എൻ്റെ കർത്താവേ, കുറേ നാളായിട്ട് നീ എന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനെ പോയാൽ കൂട്ടുവെട്ടാൻ സാധ്യതയുണ്ട്, ഓർത്തോണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അതൊരു വലിയ പ്രാർത്ഥനയാണ്. ഒരു കള്ളുകുടിയൻ പൂക്കുറ്റി പൂസായിട്ട് കട്ടിലേ വന്നിരുന്നു. ഒരു പ്രാർത്ഥനയും ഓർമ്മയിൽ കിട്ടുന്നില്ല. പുസ്തകം എടുത്തപ്പോൾ ലൈനെല്ലാം ഡബിളായിട്ട് കാണുന്നു. കുടിയൻ ഇരുന്നിരിപ്പിൽ ഈശോയുടെ കുരിശെ നോക്കി I മുഴുവൻ പറഞ്ഞു, കായിക ഗായിക ഇച്ഛ വരെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തമ്പുരാനെ, അറിയാവുന്ന മലയാളാക്ഷരം മുഴുവൻ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന നീ തന്നെ ഉണ്ടാക്കിയെടുത്തോണേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇതും ഒരു പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥനാരൂപിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തോന്നിക്കുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു 80 വയസ്സുള്ളതിൽ ഒരു 75 വയസ്സുള്ള ആൻറ്റി ഒറ്റ പ്രാർത്ഥനാരൂപപ്പെട്ട പാറവടിക്കാരൻ പാപ്പച്ചൻ ചേട്ടൻ വെളിവെന്ന് ചൂടാക്കിയപ്പം തീ പിടിച്ച് പൊള്ളി ആശുപത്രിയിൽ കിടക്കുക. അമ്മച്ചി ഒറ്റ പ്രാർത്ഥന, കർത്താവായ യേശുവേ, വെടിവന് തീ പിടിച്ച് പൊള്ളി കിടക്കുന്ന വെടിക്കാരൻ പാപ്പനെ നീ ടപ്പേന്ന് സോപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നി പാറവടി പൊട്ടിയ പോലെ. ഇതാണ് ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥന. ഞാനെന്ന് പറയുക, വൈകിട്ട് 8:30 നമ്മൾ പിരിയുന്നതിന് മുമ്പ് നിങ്ങൾ റോമിലെ മാർപ്പാപ്പായ്ക്ക് വേണ്ടി ആരാധനാ സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കാവോ? ചോദിച്ച ഇപ്പോഴേ ഒരുങ്ങും. മനോഹരമായ വാക്ക്, സർവശക്തനായ പരമ്പൊരുളെ, വിശ്വപ്രപഞ്ചത്തിലെ പിതാധാവേ, അണ്ടകടാഹങ്ങളുടെ കർത്താവേ, മാർപ്പാപ്പായെ കാത്തോണെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ആമുഖം ഒന്നും ആവശ്യമില്ല, ഉള്ളിയും തോന്നുന്ന പോലെ. ഒരു മോള് 3 വർഷം കൂടി UK നിന്ന് നാട്ടിൽ വന്നു. മോള് വന്നപ്പോൾ അമ്മ ആവേശം കൊണ്ട് കൈനീട്ടി ഓ മോളെ കെട്ടിപ്പിടിക്കാൻ ചെന്നു. അവൾക്ക് മലയാളാക്ഷരം കിട്ടിയില്ല. അവൾ അമ്മയെ നോക്കി, ജനനി സുഖമാണോ? അമ്മയ്ക്ക് മോളെ വട്ടു പിടിച്ചോന്ന് ചോദിക്കും. അമ്മയ്ക്ക് അമ്മയെന്ന് വിളിക്കുന്ന ഉള്ളിൽ നിന്നുള്ള വാക്ക് അതാണ് പ്രാർത്ഥന. ഉള്ളിൽ നിന്നുള്ള പദപ്രയോഗം അതാണ് പ്രാർത്ഥന എന്ന് പറയുക. ചിലപ്പം നമുക്ക് ഉടനെ കിട്ടും, ചിലപ്പം കുറേ കഴിഞ്ഞ് കിട്ടും.
ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം പലപ്പോഴും വലിയ തോവാള ക്രിസ്തുരാജ് സ്കൂളിൽ 8ൽ പഠിക്കുമ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന, കർത്താവായ യേശുവേ, കണക്ക് പഠിപ്പിക്കുന്ന ഏലുകുട്ടി ടീച്ചർ ചൂരവടിയും കൊണ്ട് വരുമ്പം കാല് തെറ്റി താഴെ വീണ് വലുതി ഉളുക്കിപ്പോകണമെന്ന് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ തല്ലുകിട്ടിയതല്ലാതെ ഏലുകുട്ടി ടീച്ചറിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അത്താരബാലന്മാർ 10 പേര് വ്യാഴാഴ്ച വികാരിച്ചനോട് പറഞ്ഞു, ശനിയാഴ്ച ഞങ്ങൾ പിക്നിക്ക് പോകുമ്പം മഴ പെയ്യാതിരിക്കാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞു, മക്കൾ പൊക്കോ, ഒരു മഴയും പെയ്യല, ഞാനാ പറയുന്നത്. പിള്ളേർ ധൈര്യത്തോടെ പോയി. ഉച്ച കഴിഞ്ഞ് 2:30 അറബിക്കടലും ബംഗാൾ ഉൾക്കടലിലും വരുന്ന പോലെ ഒരു പെരുമഴ. പിള്ളേരാകെ നനഞ്ഞു പോയി. ഞായറാഴ്ച കുഞ്ഞുങ്ങൾ പള്ളിയിൽ വന്നപ്പം വികാരിച്ചന് ചമ്മലെ പമ്മലെ ജാളിത. അച്ഛൻ കുർബാന കുപ്പായം തൂക്കുന്ന അരമാലയുടെ പുറകിൽ പോയി ഒളിച്ചിരുന്നു. ഒരു കുട്ടി കയ്യോടെ പിടികൂടി, എന്നാ അച്ഛൻ ഒളിച്ചിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞു, മഴ പെയ്യലെന്ന് ഞാൻ പറഞ്ഞിട്ടും മഴ പെയ്തില്ലേ. അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന് നിങ്ങൾ കരുതുമല്ലോ എന്ന് കരുതി ഞാൻ ഒളിച്ചതാണ്. ഉടനെ കുട്ടികൾ പറഞ്ഞു, ആരാ പറഞ്ഞ അച്ഛ ദൈവം പ്രാർത്ഥന കേട്ടില്ലെന്ന്? ദൈവം പ്രാർത്ഥന കേട്ടു, മഴ പെയ്യല്ലേ എന്ന് അച്ഛൻ പറഞ്ഞപ്പം പെയ്തോട്ടെ എന്ന് ദൈവം മറുപടി തന്നു. അപ്പം പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്, നമ്മൾ ഓർക്കുന്ന പോലില്ല. ചിലപ്പം ചോദിച്ചതിനേക്കാൾ കൂടിയത്, ചിലപ്പം ചോദിച്ചതുപോലെ. പാലായിൽ ഒരു കത്തോലിക്ക പെൺകുട്ടി ഹിന്ദുവായ ചെറുപ്പക്കാരനെ പ്രേമിച്ചു. പ്രേമം മൂത്തപ്പോൾ അവൾ പറഞ്ഞു, അവനെ കൊണ്ട് കെട്ടിച്ചില്ലെങ്കിൽ ഞങ്ങൾ വിഷം കഴിച്ചാവും, അല്ലെ ഒളിച്ചു പോകും. അമ്മ പറഞ്ഞു, മോളെ പൊട്ടത്തരം പറയല്ലേ. കോട്ടയത്ത് നാഗമ്പടത്ത് അന്തോനീസിൻ്റെ നൊവേന എല്ലാ ചൊവ്വാഴ്ചയാണ്. 50,000 പേരോളം വരും പല നൊവേനയായിട്ട്. നമുക്ക് നാഗമ്പടത്ത് പോയി പ്രാർത്ഥിക്കാം. അന്തോനീസെ, ഈശോയോട് പറഞ്ഞ് അവനെ കത്തോലിക്കനാക്കണേ, എന്നെ കെട്ടാനിടയാക്കണേ, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ പോയി 9 ആഴ്ച. 5 ആഴ്ചയായപ്പം അവൾ പറഞ്ഞു, എൻ്റെ അമ്മേ, ഇനി പ്രാർത്ഥിക്കാൻ പോകണ്ട. അതെന്താടി? മതം മാറി കെട്ടാവെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, കെട്ടാവുന്നല്ല, പ്രാർത്ഥനയുടെ ഒരു ശക്തി. അവനിപ്പം അച്ഛനാകാൻ പോകണമെന്നാണ് പറയുന്നത്. കല്യാണം നടക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല, ചില ഓർത്തനേക്കാൾ കൂടുതൽ. സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവെച്ച് 19 ലക്ഷം പേര് ഷെയർ ചെയ്ത ഒരു സോഷ്യൽ ഫലിതമുണ്ട്. ആലുവായിലെ മിണ്ടാമഠത്തിലെ എൻ്റെ ധ്യാനം. ഒരാഴ്ച ധ്യാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ തിരിച്ചു പോരുമ്പോൾ മഠത്തിലെ മതസുപ്പീർ പറഞ്ഞു, ജോസഫ് അച്ഛൻ ഒരു ഉപകാരം ഞങ്ങൾക്ക് ചെയ്തിട്ട് പോകണം. ചെന്നെന്താ? മഠത്തിൻ്റെ മുറ്റത്ത് ഒരു മൂവാണ്ടൻ മാവ്. മാവയിൽ മാങ്ങ ഉണ്ടാകുമ്പോൾ, മാങ്ങ മൂത്ത് വരുമ്പോൾ മാങ്ങാണ്ടി മുഴുവൻ വണ്ട്. അതുകൊണ്ട് മാങ്ങാണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടിനെയും അച്ഛനൊന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഊറാല തന്നു, പ്ലാസ്റ്റിക് പാത്രത്തിൽ ആനാം വെള്ളം തന്നു, ബന്ധൻ പാത്രത്തിൽ പുസ്തകം തന്നു. ഞാൻ മാവിൻ്റെ മൂട്ടി നിന്നു, മദറിനെ മുട്ടി നിന്നു, മറ്റു കന്യാസികൾ വട്ടം നിന്നു. എല്ലാവരും നോക്കി നിൽക്കി ഞാൻ പ്രാർത്ഥിച്ചു. സസ്യങ്ങളെ നട്ടവനും വൃക്ഷങ്ങളെ മുളപ്പിച്ചവനുമായ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവേ, ഈ മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടികളെയും നീ ബന്ധിക്കണേ. ഒരു ഞെക്ക്, ഒരു പീച്ച്, ഒരു കമത്ത്. മഴവെള്ളത്തിൽ കുളിച്ചതുപോലെ ആനാം വെള്ളത്തിൽ മാവ് നനഞ്ഞു നിന്നു. ഞാൻ ഭരണങ്ങാന്തിക്ക് പോന്നു. 1 മാസം കഴിഞ്ഞു മദറിൻ്റെ കത്ത്. പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ നോട്ട് വായിച്ച് ഞങ്ങളിന്നും സന്തോഷിക്കുന്നു. അച്ഛൻ്റെ ധ്യാനത്തേക്കാൾ ഞങ്ങളെ സ്പർശിച്ചത് അച്ഛൻ്റെ ബന്ധന പ്രാർത്ഥനയുടെ ശക്തിയാണ്. അച്ഛൻ വണ്ണിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു പോയതിൻ്റെ 10ാം ദിവസം ശക്തമായ ഒരു തിരാമഴയും കാറ്റും വന്നു. മാവ് മൂടെ ഒടിഞ്ഞു പോയി. ഇനി ബന്ധിക്കാൻ വകുപ്പുകളൊന്നുമില്ല. ചിലപ്പോൾ ഓർത്തതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ദൈവം പ്രവൃത്തിയെന്ന് ഉറപ്പ് നമ്മൾ പ്രാർത്ഥിക്കണം. ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. 1 ഗുണമേന്മയുടെ മേൽ, 2 ദൂരത്തിൻ്റെ മേൽ, 3 സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ആരും പറഞ്ഞേക്കല് മുടിഞ്ഞ സമയം, കഷ്ടകാലം, ഗതികേടിൻ്റെ സമയം ഇല്ല. യോഹന്നാൻ 5:1-18 വരെ. സ്ഥലം ബെസേദ കുളം. കുളക്കളവിൽ 38 വർഷമായി തളർന്നു കിടക്കുന്ന മുടന്തൻ. ദൈവത്തിൻ്റെ മാലാക വന്ന് ഉറവയളിക്കപ്പോൾ കുളിച്ചവർക്ക് സൗഖ്യം. ബെസേദ കുളം എന്ന് പറഞ്ഞാൽ മാതാവ് ജനിച്ചു വീണ അന്നയുടെ വീട്, ജോവാക്കിൻ്റെ അന്നയുടെ വീട്. ആ വീടിൻ്റെ മുട്ടിയാണ് ഈ ബെസേദ കുളം. ആ കുളക്കടവിൽ
32 വർഷമായി തളർന്നു കിടക്കുന്ന തളർവാദ രോഗി. ചിലപ്പോൾ ഒരു ഉറവയിളകുമ്പോൾ ഔഷധമുണ്ട്. ആ വെള്ളം കുടിച്ചാൽ വൈദ്യസുഖം പോകും. ആ വെള്ളം പുരട്ടിയാൽ ത്വക്ക് രോഗം പോകും. ആ വെള്ളം പുരട്ടിയാൽ മുറിവ് കരിയും. അതുകൊണ്ട് അവർ പറഞ്ഞു മാലാഖ ഇളക്കിയ ഉറവ. ഇപ്പം ഇവൻ കുളിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് മറ്റ് ആൾക്കാർ വന്ന് കുളിച്ചിട്ട് പോകും. ഇവനെ ഇറക്കാൻ ആരുമില്ല. അപ്പം അവൻ ഓർക്കാത്ത സമയത്ത് ഈശോ വന്ന് അവനെ സുഖപ്പെടുത്തി. എന്നിട്ട് പറയുക, സമയം ദൈവകരങ്ങളില്ല. പെണ്ണിന് വേണ്ടി 29-ാം വർഷത്തിൽ ഒരുക്കിയിട്ടും കല്യാണം നടന്നപ്പം 32-ാം വർഷം. അപ്പോൾ ആ ദൈവത്തിൻ്റെ സമയം. പെരപണിയാൻ എല്ലാം ഒരുക്കിയിട്ടും 5 വർഷം കഴിഞ്ഞപ്പോഴാണ് പെരപണി പൂർത്തിയായത്. ദൈവത്തിൻ്റെ സമയം. 33 വർഷം കാത്തിരുന്നപ്പോഴാണ് ക്രിസ്തുവിൻ്റെ സമയം. ഇതാ സമയമായിരിക്കുന്നു. നമ്മളെല്ലാവരും കാത്തിരിക്കാൻ വിളിക്കപ്പെട്ടവരാ. മലാക്കി പ്രവാചകന് ശേഷം 400 വർഷം കാത്തിരുന്നപ്പോഴാണ് ഒരു പ്രവാചകൻ, സ്നാപക യോഹന്നാൻ. നമ്മൾ ഫോൺ കോൾ കാത്തിരിക്കും, വണ്ടി കാത്തിരിക്കും, സ്വന്തക്കാരെ കാത്തിരിക്കണം. ധ്യാനത്തിൻ്റെ വിജയം ഭാഷാപരവും ദർശനപരവും വ്യാഖ്യാനപരവും രോഗശാന്തിപരവും ഒന്നുമല്ല. ഒരു ധ്യാനത്തിൽ നിങ്ങൾക്കും എനിക്കും ലഭിക്കേണ്ടത് ക്ഷമയുടെ വരം. അല്പം കൂടെ ക്ഷമയോടെ ഭാര്യയോട് മിണ്ടാനുള്ള വരം. അല്പം കൂടെ ക്ഷമയോടെ കെട്ടിയവനോട് സംസാരിക്കാനുള്ള വരം. അല്പം കൂടി ക്ഷമയോടെ മക്കൾക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള വരം. ഈ വരം ആവശ്യം. ക്ഷമയോടെ കാത്തിരിക്കാൻ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി. ചിലർക്കൊക്കെ ഓർമ്മ, പ്രാർത്ഥിക്കുമ്പോൾ എന്തോ കിട്ടണം, എന്തോ കാണണം. ചെല്ലുവരും, ജോസഫച്ച തലേ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാവോ? അച്ഛൻ കണ്ണടച്ച് കൈവച്ച് പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിച്ച് തുടങ്ങുമ്പം അച്ഛൻ വല്ലതും കാണുന്നുണ്ടോ? അച്ഛൻ വല്ലതും കിട്ടുന്നുണ്ടോ? അച്ഛൻ വേട്ടവൻ എലിയെ പിടിക്കാൻ പോയതാണോ? പിടിക്കുമ്പോഴാണ് കിട്ടാനായിട്ട്. ഇങ്ങനെയൊക്കെ കത്തോലിക്ക ധ്യാനം അധപ്പതിച്ചത് കുറേ നാളായിട്ടേ ഉള്ളൂ. പണ്ടതായിരുന്നില്ല ധ്യാനം. സഭയുടെ ധ്യാനം ബൈബിൾ പഠിക്കുക, സഭയെ പഠിക്കുക, ദൈവശാസ്ത്രം പഠിക്കുക, ക്രിസ്തീയ കൂട്ടായ്മ പഠിക്കുക, തെറ്റായ പ്രബോധനങ്ങളെ ഏത് ശരിയെന്നൊരു പഠിപ്പിക്കുക. അതിനാണ് ധ്യാനം. കിട്ടലും കാണലൊക്കെ തുടങ്ങിയിട്ട് ഒരു 40-45 വർഷമേ ഉള്ളൂ. അതിന് മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ സഭയിലെ ഒരച്ഛൻ, നല്ല പ്രാർത്ഥന വരമുള്ള അച്ഛൻ, ഒരു ധ്യാനം കഴിഞ്ഞ വെളുപ്പിനെ 5:30 ബസ്സിൽ വന്നിറങ്ങി ആശ്രമത്തിലേക്ക് കയറി പോരുക. അപ്പം അങ്ങനെ പോരുമ്പോൾ 5-6 പേര് ഈ അച്ഛനെയും കാത്ത് അവിടെ നിൽപ്പുണ്ട്. അച്ഛൻ ചോദിച്ചു, എവിടുന്നാണ്? അവർ പറഞ്ഞു, അങ്ങ് മലബാറിൽ നിന്ന് വരിക. എന്താ വിശേഷം? ഇന്ന അച്ഛനല്ലേ? അതെ, എൻ്റെ അച്ഛ, ഇവൻ്റെ 3ാമത്തെ മോൻ ഒളിച്ചു പോയി. അതിന് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് അവൻ എങ്ങോട്ടാണ് പോയതെന്ന് പറയാമോ? പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ്. അച്ഛൻ പറഞ്ഞു, അങ്ങനെ പറയാൻ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ നരേന്ദ്രമോദി ഭീകരന്മാരെ പിടിക്കാൻ എന്നെ ഏൽപ്പിക്കുമായിരുന്നല്ലോ. അങ്ങനെ ഓർത്തേക്കരുത്. അപ്പം പറഞ്ഞു, ശരി, പോയ സ്ഥലം പറയണ്ട, പോയ ദിശ ഒന്ന് പറയാവോ? അച്ഛൻ പറഞ്ഞു, ഞാൻ കബഡി നിരുന്ന കണിയാനല്ല, ഒരു കത്തോലിക്ക വൈദികനാണ്. എൻ്റെ കുർബാനയിൽ 30 ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ മോനെ ഓർക്കും. 30 ദിവസം കഴിയുമ്പോൾ ആ മോൻ തിരിച്ചു വരും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ച് പോകാൻ പറഞ്ഞു. ഇവരങ്ങ് പോയി. ഈ അച്ഛൻ കയറി ചെല്ലുമ്പോൾ ആശ്രമം സുപ്പീരിയർ ചോദിച്ചു, വെളുപ്പിനെ 5:30 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നല്ലേ? അച്ഛൻ പറഞ്ഞു, ഓ. എവിടുന്ന് വന്നാ? മലബാറിൽ നിന്ന്. എന്തിനാ? ഒരാളുടെ മകൻ ഒളിച്ചു പോയി. അതിന് എവിടാ പോയെന്ന് പറയാവോ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഞാനെങ്ങനെയാണ് പറയുന്നത്? പിന്നെ അപ്പോൾ അവർ പോയില്ല. പിന്നെ പോയ ദിശ പറയാമെന്ന് ചോദിച്ചു. അച്ഛൻ ദിശ പറഞ്ഞു. അതെങ്ങനെ പറയാൻ? നല്ല ഉറപ്പോടെ അവൻ വടക്കോട്ട് പോയതായിട്ട് കാണുന്നു, പറയാൻ മേലായിരുന്നു ചോദിച്ചു. അത്രയും മതിയല്ലോ, അവൻ വടക്കോട്ട് പോയി. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, എന്നാൽ പിന്നെ തെക്കോട്ടെന്ന് പറയാൻ മേലേ? അതരുത്. തെക്കോട്ടെന്ന് പറഞ്ഞാൽ തപ്പി കന്യാകുമാരി കഴിഞ്ഞാൽ പിന്നെ കടലാണ്, അവിടെ കൊണ്ട് തപ്പ് നിന്ന് പോവും. വടക്കോട്ടാണെങ്കിൽ കാശ്മീർ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, തപ്പി അങ്ങ് പോകും. എല്ലാവർക്കും കാണണം, കിട്ടണം. ഇവിടെയാണ് ധ്യാനത്തിൻ്റെ രൂപി. സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു, സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ. അതുകൊണ്ടാണ് ഈശോ ഓരോ സമയത്ത് മനുഷ്യനിൽ പ്രവർത്തിച്ചത്. 3-ാം അധ്യായത്തിൽ യേശു നിക്കോദേമോസിനെ നേടാൻ വന്നത് രാത്രിയിൽ.
4-ാം അധ്യായത്തിൽ സമറിയാക്കാരിയെ നേടാൻ അവൻ വന്നത് ഉച്ചയ്ക്ക്. 5-ാം അധ്യായത്തിൽ തളർവാദ രോഗിയെ രക്ഷിക്കാൻ അവൻ വന്നത് രാവിലെ വന്നവൻ, ഉച്ചയ്ക്ക് വന്നവൻ, രാത്രി വന്നവൻ എൻ്റെ ജീവിതത്തിൽ ഏത് സമയത്തും വരും. സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. പ്രാർത്ഥനാപൂർവം നമ്മളെ ദൈവകരങ്ങളിൽ കൊടുത്താൽ മതി. ഇപ്പോൾ 1, ഗുണമേന്മയുടെ മേൽ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട്. 2, ദൂരത്തിൻ്റെ മേൽ ശതാധിപൻ്റെ പുത്രനെ സുഖപ്പെടുത്തിക്കൊണ്ട്. 3, സമയത്തിൻ്റെ മേൽ. 4, എണ്ണത്തിൻ്റെ മേൽ, പരിമിതിയുടെ മേൽ അധികാരമുള്ളവൻ യേശു. നമ്മൾ വായിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 14 വരെ വാക്യങ്ങൾ. കർത്താവിൻ്റെ പ്രസംഗം കേട്ട് ഒരു ജനത പരിസരം മറന്നിരുന്നു. അവർക്ക് വിശന്നു എന്ന് അവർ പറയുന്നതിന് മുമ്പ് അവിടെ ആവശ്യം യേശു പറഞ്ഞു. യേശു ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്നാ ഉണ്ട്? അന്ത്രയോസ് എന്ന ശിഷ്യൻ അവിടെയെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഒരു ബാലൻ, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു. ഇരുത്താൻ പറഞ്ഞു, ഇരുത്തി. വിളമ്പാൻ പറഞ്ഞു, വിളമ്പി. സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 പുരുഷന്മാർ ഭക്ഷിച്ചു എന്നാണ് പറയുക. 5000 പുരുഷന്മാർ ഭക്ഷിച്ചെങ്കിൽ ഉറപ്പാ 10000 പെണ്ണുങ്ങളും 15000 പിള്ളേരും അപ്പം തിന്നു. ഇതെല്ലാം കഴിഞ്ഞ് 12 കുട്ട ബാക്കി വന്നു. എന്തേ 12 കുട്ട? 12 അപ്പസ്തോലന്മാരാ അപ്പം വീതം വെച്ചത്. അപ്പസ്തോലന്മാരുടെ സ്വഭാവമാണ് പഞ്ഞത്തരം വിളിച്ചു പറയുക. തമ്പുരാൻ്റെ ബാസ്കറ്റിൽ നിന്ന് അപ്പം എടുത്ത് ജനത്തിൻ്റെ ഇരയിൽ വിളമ്പിക്കൊണ്ട് പറഞ്ഞു, തമ്പുരാനെ തികയുവോ ആവോ ഈ പഞ്ഞത്തരം. നമ്മൾ അതുകൊണ്ട് പറയാൻ പറ്റും, കിളിയാരക്കണ്ടത്തിലെ നമ്മുടെ സഭയും അപ്പസ്തോലിക പാരമ്പര്യമുള്ള ഒരു സഭയാണ്. പള്ളിക്ക് വേണ്ടി ഒരു 500 രൂപ കൊടുക്കാമെന്ന് ചോദിച്ചാൽ ചില പാർട്ടിക്കാർക്ക് പിരിക്കാം, വസ്ത്രം മേടി, എന്തും മേടി. പള്ളിക്ക് ഒരു 500 രൂപ കൊടുക്കാൻ പറഞ്ഞു. ചായക്കടയിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനിയൻ്റെ മകൻ്റെ കുറ്റം വരെ പറഞ്ഞിട്ട് ഈ 500 രൂപ പള്ളിയുടെ ഭാഗത്തിൽ പോകൂ. അപ്പസ്തോലിക പാരമ്പര്യം ഈ പഞ്ഞത്തരം പറയുന്ന ഒരു പാരമ്പര്യം. ഈ പാരമ്പര്യത്തിന് ക്രിസ്തു പറഞ്ഞു, ഇല്ലാത്തവനും ഉള്ളവനും. ഇല്ലാത്തവനേതെടുത്ത് ഉള്ളവന് കൊടുക്കും. എന്താ അർത്ഥം? എത്രയുണ്ടെങ്കിലും ഇല്ലേ എന്ന് പറയുന്നവൻ ഇല്ലാത്തവൻ, ഉള്ളതുകൊണ്ട് ആഘോഷത്തോടെ കഴിയുന്നവൻ ഉള്ളവൻ എന്നാണ് പറയുക. ഇപ്പം ഈ 12 അപ്പസ്തോലന്മാരും അപ്പം വിളമ്പിയിട്ട് യേശുവിനെ നോക്കി പറഞ്ഞു, തികയുവാവോ? പറഞ്ഞ് ഓരോരുത്തരുടെയും തലയിൽ ഓരോ കുട്ട വീതം കൊടുത്തിട്ട് പറഞ്ഞു, ചുമക്കടാ ചുമക്ക്, പിടിക്കടാ പിടിക്ക്, ഇനി ദാരിദ്ര്യം പറഞ്ഞ് നടക്കരുത്. 5-ാം ക്ലാസ്സിൽ വേദപാഠം പഠിപ്പിക്കുന്ന ടീച്ചർ അല്പം ഗമയുള്ള ആളാണ്. ഒരു ചെറിയ മൊബൈൽ ഫോണും കൊണ്ട് ക്ലാസ്സിൽ വന്നു. ടീച്ചർ പറഞ്ഞു, ഇന്ന് ബൈബിളിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കും, തെറ്റാത്ത ഉത്തരം പറയുന്നവന് ഈ ഫോൺ തരാം. ആ ആൾ തിരിച്ച് എന്നോട് ബൈബിളിൽ നിന്ന് ചോദിക്കണം. മറുപടി പറഞ്ഞാൽ ഫോൺ എനിക്ക്, പറഞ്ഞില്ലെങ്കിൽ ഫോൺ നിനക്ക്. 30 പിള്ളേരും മുൾമനയിൽ ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ ടീച്ചർ ചോദിച്ചു, യൂദാസിന് പകരം കുറി വീണ ശിഷ്യൻ്റെ പേര് പറയാവോ? ഒരു കുട്ടി ചാടി എന്നിട്ട് പറഞ്ഞു, മത്തിയാസ്. അവൻ ഫോണും കൊണ്ട് പോയി. ടീച്ചർ പറഞ്ഞു, നീ എന്നോട് ചോദിച്ചു, പറഞ്ഞാൽ എനിക്ക്, പറഞ്ഞില്ലേ നിനക്ക്. ടീച്ചറിനെ തോൽപ്പിക്കാൻ പറ്റുമോ? അവൻ ബിരുദനാ. അല്പസമയം ചിന്തിച്ചിട്ട് അവൻ ചോദിച്ചു, ടീച്ചറെ, യേശു ക്രിസ്തു 5 അപ്പം 5000 പുരുഷന്മാർക്ക് കൊടുത്തല്ലോ? കൊടുത്തു. അവന്മാർക്ക് തിന്നല്ലോ? തിന്നു. ആ തിന്നോമാരുടെയൊക്കെ പേര് ഒന്ന് പറയാമോ? അങ്ങനെ ഫോൺ പോയെന്നാ. നമുക്കറിയാം, ഇന്ന് പിള്ളേരെ തോൽപ്പിക്കാൻ പാടില്ലേ? പിള്ളേരെ തോൽപ്പിക്കാൻ പാടാ. ഒരു 6-ാം ക്ലാസ്സിൽ ഒരു കന്യാസ്ത്രീ അമ്മ, സാവൂളമ്മ, നല്ല അമ്മയാണ്. ക്ലാസ്സിൽ 25 കുട്ടികൾ. ടീച്ചർ പേര് വിളിക്കുമ്പോൾ പിള്ളേർ ബൈബിൾ വാക്യം പറഞ്ഞിട്ട് പ്രസൻറ്റ് സാറെന്ന് പറയണം. കാരണം ബൈബിൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എല്ലാ ആഴ്ചയും പറഞ്ഞ് പിള്ളേരും മടുത്തു. സാവൂളമ്മയ്ക്ക് മുടിഞ്ഞ ആവേശം, പഠിപ്പിച്ചേ അടങ്ങത്തുള്ളൂ. ടീച്ചർ വിളിച്ചു, മേരിക്കുട്ടി സെറിയക്. അമ്മ പറഞ്ഞാൽ ഞാൻ നിന്നെ മറക്കില്ല, പ്രസൻറ്റ് സാർ. മാത്യു ഗുരുവിള, സമാധാനം തരുന്നു, എൻ്റെ സമാധാനം ലോകം തരുന്ന പോലെയല്ല, പ്രസൻറ്റ് സാർ. ആ കൂട്ടത്തിൽ വിളിച്ചു കുര്യാക്കോസ് കേറ്റി. അവൻ മടുത്തു. എല്ലാ ആഴ്ചയും ഇങ്ങനെ പറഞ്ഞ് അവൻ പറഞ്ഞു, സാവൂൾ നീ എന്തിനെങ്ങനെ പീഡിപ്പിക്കുന്നു, പ്രസൻറ്റ് സാർ. അപ്പം ആർക്കും പറയാം, എങ്ങനെയും പറയാം, എവിടെയും പറയാം.
ഇവിടെ യേശു 5 അപ്പം 5000 പേർക്കായിട്ട് പകുത്തു കൊടുത്തു. ഇവിടെ യേശു ചെയ്തത് എന്താ? 5 അപ്പത്തിൻ്റെ മേൽ യേശു 5 പ്രവൃത്തികൾ ചെയ്തു. 5 അപ്പത്തിൻ്റെ മേൽ 5 പ്രവൃത്തികൾ ചെയ്തു. 1 എടുത്തു, 2 ഉയർത്തി, 3 വാഴ്ത്തി, 4 മുറിച്ചു, 5 കൊടുത്തു. യേശുവിൻ്റെ കയ്യിൽ 5 അപ്പം കൊടുക്കാതെ പങ്കുവെച്ചാൽ കൂട്ടയടി. അപ്പത്തിൻ്റെ പൊടിയോ മീൻ്റെ മുള്ളോ കയ്യല. തമ്പുരാൻ്റെ കൊടുത്തപ്പോൾ തൃപ്തി. നമ്മളും ഈശോയുടെ കൊടുക്കണം. കൊന്ത ചെല്ലുമ്പോൾ, ഭക്തിഗാനം ആലപിക്കുമ്പോൾ, സുഹൃതജപം ചെല്ലുമ്പോൾ, ബൈബിള് വായിക്കുമ്പോൾ ഈശോ നമ്മളെ എടുത്ത് ഉയർത്തും. വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും നടത്തുമ്പോൾ അവൻ നമ്മളെ മുറിച്ചു കൊടുക്കുമ്പോൾ നടുക്കത്തെ വാക്ക് നമ്മൾ ധ്യാനിക്കണം. വാഴ്ത്തി 2 വ്യക്തി കൊടുക്കാം. വാഴ്ത്തിയും കൊടുക്കാം, വാഴ്ത്താതെയും കൊടുക്കാം. ഞാൻ ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് കളി കാണുന്നു. ഓസ്ട്രേലിയക്കാർക്ക് 12 എയർ, ഇന്ത്യക്ക് 40 റൺസ്. മുൾ മനലിരുന്ന് കളി കാണുമ്പോൾ ആരോ മണിയടിച്ചു. മണി നോക്കുന്ന ജോലിക്കാരൻ പോയി നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു, ജോസഫ് അച്ഛ, 2 പ്രായമുള്ള അമ്മച്ചിമാർക്ക് കുമ്പസാരിച്ചിട്ട് ഉടനെ പോകണം, ഒന്ന് കുമ്പസാരക്കൂട്ടി പോകാവൂ. എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കും, കിളവികളുടെ ഒടുക്കത്തെ കുമ്പസാരം മുറുമുറുത്തോട് പോയി കുമ്പസാരിപ്പിക്കും. എനിക്ക് അനുഗ്രഹമില്ല, അവർക്കൊണ്ട് ദൈവം അവരെയാ കാണുക, എൻ്റെ സ്വഭാവത്തെയല്ല കാണുക. ആണുങ്ങൾ ഓർക്കണം, വാഴ്ത്തി കൊടുക്കണം. ചില ആണുങ്ങളുണ്ട്, പരി എന്നാ ഉണ്ടെങ്കിലും കുറ്റം, മഞ്ഞൾ കൂടിപ്പോയി, ഉപ്പ് അധികവ, എരിവ, പുകചവയുണ്ട്, കങ്ങം പിടിച്ചു, ഇതെല്ലാം പറഞ്ഞ് മൊത്തം വെട്ടി വിഴുങ്ങും. എന്നാൽ പിന്നെ മിണ്ടാതെ കഴിച്ചാൽ പോരെ. ചെയ്യുന്നത് വാഴ്ത്തി കൊടുക്കണം. പെണ്ണുങ്ങളും ഓർക്കണം, നിങ്ങളെപ്പോലെ പച്ചയായ പെണ്ണുങ്ങളായിരുന്നു അൽഫോൻസാമ്മ, മറിയം ത്രേസ്യ, മദർ തെരേസ. ആ വിശുദ്ധരായ സ്ത്രീയുടെ മഠത്തിലും വീട്ടിലും ചെളിയും പുകയും കരിയും ക്ലാവുമുള്ള പാത്രമുണ്ട്. വാഴയില, ചാരം, കയറയ, മണൽ ഒക്കെ ചേർത്തിട്ട് ഈ സ്ത്രീകൾ പാത്രം തേച്ച് കഴുകി. കഴുകുകളും പറഞ്ഞു, പാപികളുടെ മാനസാന്തരത്തിനും ലോകത്തിൻ്റെ വിശദീകരണത്തിനും ഈ ചെളി, ഈ പുക, ഈ കരി, ഈ ക്ലാവ് ഇങ്ങനെ പോട്ടെ. അങ്ങനെ തേച്ച് കഴുകി. കിളിയാറ് കണ്ടത്തെ നിങ്ങളുടെ വീട്ടിലുമുണ്ട് ചെളിയും പുകയും കരിയും ക്ലാവും പിടിച്ച പാത്രം. വാഴയില, കയറ, ചാരം, മണൽ, വിമ്മ ഒക്കെയുണ്ട്. എത്ര സഹോദരിമാർ പാത്രം കഴുകുമ്പം പ്രാർത്ഥിക്കും, കെട്ടിയവൻ്റെ തലതിരിവിനും അമ്മായിമ്മയുടെ മനംതിരിവിനും നാത്തുവിൻ്റെ മാനസാന്തരത്തിനും ഈ ചെളി, ഈ പുക ഇങ്ങനെ പോട്ടെ. നിങ്ങൾ കഴുകും എന്നാ പറഞ്ഞുകൊണ്ട് മുടിഞ്ഞ ഇടപാട്, ഒട്ടുക്കത്തെ പുക, അവസാന കരി, ഒടുങ്ങി പോകൂ. വാഴ്ത്തി കൊടുക്കണം. എൻ്റെ കൂടെ ധ്യാനിപ്പിക്കാൻ വരുന്ന ഒരാത്മായ സഹോദരൻ, രോഗശാന്തി വരവുള്ളയാൾ, ഈയിടെ പറഞ്ഞു, ജോസഫ് അച്ഛ, ഞാനിനി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. അതെന്താ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ രോഗം മാറിപ്പോകും, പക്ഷെ ആ രോഗം എനിക്കിട്ട് ചാടിപ്പിടിക്കും. ചുമ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ചുമ പോകും, എനിക്ക് ചുമയോട് ചുമ. നടുവിന് വേദനയോട് വേണ്ടി പ്രാർത്ഥിച്ചോ, എൻ്റെ നട്ടലെ വെട്ടുന്ന വരും. തുമ്മുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, എനിക്ക് തുമ്മലോട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു, സഹോദര, അങ്ങനെയാണെങ്കിൽ ഇനി മേലിൽ എൻ്റെ കൂടെ ധ്യാനത്തിന് വരുമ്പോൾ ഒരു കാരണവശാലും ബ്രദർ ജെയിംസ് ഇനി മേലിൽ ഗർഭിണികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കരുത്. ചാടി പിടിക്കുമെന്ന് പേടിക്കുന്ന ലോകത്തില. ചെയ്യുന്നത് വാഴ്ത്തി കൊടുക്കണം. എൻ്റെ പറമ്പിലെ തെങ്ങിൽ 100 തേങ്ങ എൻ്റെ പള്ളിക്കും പാവപ്പെട്ട മനുഷ്യനുമായി അതിൽ 5 കൊടുക്കുമ്പോൾ ദൈവം തെങ്ങിൽ 150 തേങ്ങ തരും. എൻ്റെ കയ്യിൽ 10,000 രൂപ ഒരു കിഡ്നി പേഷ്യൻറ്റിൻ്റെ ഡയാലിസിസിന് വേണ്ടി അതിൽ 500 കൊടുത്താൽ എൻ്റെ 10,000 ദൈവം 15,000 വകി വർദ്ധിച്ചു തരും. എൻ്റെ കുഞ്ഞ് പഠിക്കാൻ മോശം, ഉറങ്ങിക്കിടക്കുമ്പോൾ അപ്പനും അമ്മയും മുറി കയറി കരങ്ങൾ കോർത്ത് പിടിച്ച് മക്കളുടെ മേൽ നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആ ബുദ്ധിശക്തി 10 ഇരട്ടിയാവും. ഏതോ മോനോ മോളോ അല്പം വഴിപിടിച്ച ബന്ധങ്ങളില്ല, നിരാശപ്പെടരുത്. ഉറങ്ങിക്കിടക്കുമ്പോൾ അപ്പനമ്മ ഒരുമിച്ച് ചെന്ന് ആ മോന് വേണ്ടി, ആ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വാഴ്ത്തി കൊടുത്തോ ദൈവത്തിൻ്റെ അത്ഭുതം. ഈ എണ്ണത്തിൻ്റെ മേൽ, പരിമിതിയുടെ മേൽ അധികാരമുള്ളവൻ യേശു. യേശുവിൻ്റെ 7 അധികാരങ്ങളിൽ 5-ാമത്തേത് പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. പ്രപഞ്ച നിയമം യോഹന്നാൻ 6:16 മുതൽ 24 വരെ വാക്യങ്ങൾ. പ്രപഞ്ച നിയമം. ഒരു രാത്രിയിൽ പത്രോസ് വള്ളത്തിൻ്റെ അമരത്ത് തലവച്ചുറങ്ങുമ്പോൾ
പാതിരാത്രിയിൽ ഓളങ്ങളിൽ ഒതളങ്ങാ പോലെ കടലാസ് വള്ളം വെള്ളത്തിലെന്ന പോലെ ഒരു ശരീരം ഒഴുകി വരും. ഊർജതന്ത്രത്തിലെ ഒരു തിയറിയാണ് ദി ഓസ്മോസിസ് തിയറി. ഓസ്മോസിസ് തിയറി എന്ന് പറഞ്ഞാൽ സാന്ദ്രത കൂടിയത് സാന്ദ്രത കുറഞ്ഞതിൽ നൊത്തിറങ്ങും. ദേഹത്തിന് വെള്ളത്തേക്കാൾ സാന്ദ്രത ദേഹം വെള്ളത്തിൽ മുങ്ങിപ്പോകും. കല്ലിന് വെള്ളത്തേക്കാൾ സാന്ദ്രത കല്ല് വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഓസ്മോസിസ് തിയറി. ഇവിടെ ശരീരം പൊങ്ങി വരിക ഒന്നെങ്കിൽ ഭൂതമായിരിക്കും. എന്നെ കണ്ടാലും വിളിച്ചു വരുന്ന പത്രോസ് പറഞ്ഞു, ഭൂതം 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 ഭൂതം. അപ്പോൾ ക്രിസ്തു പറഞ്ഞ പത്രോസേ, ഇത് ഭൂതമല്ല, നിൻ്റെ ഭൂതകാലം കാണാപ്പാടം പഠിച്ച നിൻ്റെ ഗുരുവും കർത്താവുമാണ്. വള്ളത്തിൻ്റെ അമരങ്ങളിൽ ഒരുമിച്ച് അന്തി ഉറങ്ങിയ, അപ്പം പങ്കുവെച്ച, ആഹാരം പകുത്ത നിൻ്റെ ഗുരുവും കർത്താവും. ഇനിയും സംശയമുണ്ടോ? നിൻ്റെ അമ്മായിയമ്മയുടെ 105 ഡിഗ്രി പനി കബർനാഹോമിലെ വീട്ടിൽ വെച്ച് ഒപ്പിയെടുത്ത നിൻ്റെ ഗുരുവും കർത്താവും. 6ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കുന്ന കുട്ടികളോട് ക്ലാസ്സിലെ ടീച്ചർ ചോദ്യം ചോദിച്ചു, അബ്രഹാമിന് മക്കളെ പ്രസവിച്ച പെണ്ണുങ്ങളുടെ പേര്. പിള്ളേർ പറഞ്ഞു ഹാഗാർ, സാറ. സെബദീപുത്രന്മാരുടെ പേര് യാക്കോബ്, യോഹന്നാൻ. മോശയുടെ ഭാര്യയുടെ പേര് സിപ്പോറ. അമ്മായിയപ്പൻ്റെ പേര് ജത്രോ. ശരി, പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പേര്. പിള്ളേർ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. ഒരു 10 വയസ്സുകാരൻ പറഞ്ഞു പഠിപ്പിച്ചില്ലെങ്കിലും എനിക്കറിയാം. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പേര് ബൈബിളിലുണ്ട്. ഹീബ്രു ഭാഷയിലാണ് ആ പേര്. പറയാൻ പറഞ്ഞു. ടീച്ചറിന് അറിയത്തില്ലേ? നീ പറയടാ. എൻ്റെ ടീച്ചറെ, പത്രോസിൻ്റെ അമ്മായിമ്മയുടെ പേരല്ലേ മിസ്സിസ് കലശലായി. മിസ്സിസ് കലശലായി. കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പത്രോസിൻ്റെ അമ്മായിയമ്മ കലശലായി പനി പിടിച്ച് കിടക്കുകയെന്ന് ഒരു ബൈബിൾ വാക്യമുണ്ട്. നിന്റെ അമ്മായിമ്മയുടെ പനി തൊട്ട് മാറ്റിയ നിൻ്റെ ഗുരുവും കർത്താവുമാണ് ഞാൻ. പത്രോസ് പറഞ്ഞു, ഈ ടെക്നിക്ക് പഠിപ്പിക്കാവോ? നീ പോരാൻ പറഞ്ഞു. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ യേശുവിന് അധികാരമാണ്. ജഗതിയുടെ മകൾ, അവളെ പാറൂന്ന് വിളിക്കും. ഇവർ വിളിക്കും PC ജോർജിൻ്റെ മകൻ്റെ ഭാര്യ അൽഫോൻസ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛൻ എൻ്റെ കൂടെ തിരുവനന്തപുരത്ത് പേയാട് വന്ന് എൻ്റെ അപ്പൻ്റെ തല കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ ചെന്നു. ജഗതിയെ കണ്ടു, കൈകൂപ്പി ചിരിച്ചു, വീണ്ടും പറഞ്ഞു വീണു. ജഗതിക്ക് ഒരിക്കലും ഇനി ഒരു വാക്ക് പറയാൻ പറ്റുകയില്ല മെഡിക്കൽ സയൻസിൽ. പക്ഷേ അസ്ഥിവ്യൂഹത്തെ എസെക്കിയേലിൻ്റെ ദൈവം സൈന്യമാക്കി മാറ്റിയ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് 5, 6, 8 വർഷം മക്കളില്ലാതെ ജീവിച്ചിട്ട് ഒരു ധ്യാനത്തിന് ശേഷം മക്കളുണ്ടായ ദമ്പതിമാരെ സഭയിൽ കാണിക്കാൻ പറ്റും. ഡോക്ടർ രോഗിയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഏറിയാൽ 1 വർഷം, കൂടിയാൽ 1 വർഷം. കൊതിയുള്ള ഭക്ഷണം കൊടുത്തേരെ, ആഗ്രഹമുള്ളവർ വിളിച്ച് കാണിച്ചേരെ. പറഞ്ഞ ഡോക്ടർ മരിച്ചിട്ട് 10ാം വർഷം. രോഗി ഇന്ന് നല്ല കഥനാക്കുറ്റി പോലെ ഉരുണ്ട് നടക്കുന്നു. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. 6ാമത്തെ അധികാരം, നിർഭാഗ്യത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 9:1 മുതൽ 39 വരെ വാക്യങ്ങൾ. നിർഭാഗ്യം. ജന്മന അന്ധനായ മനുഷ്യനെ കാണിച്ചിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ അന്ധനായത് ഇവൻ്റെ കുറ്റം കൊണ്ടാണോ അപ്പനമ്മമാരുടെ കുറ്റം കൊണ്ടാണോ? പഴയ നിയമ കാഴ്ചപ്പാട് പൂർവ്വശാപം. ഈശോ തിരുത്തി. ഈശോ പറഞ്ഞു, പൂർവ്വശാപം എന്ന വാക്ക് ഇനി പറയാൻ പാടില്ല. പുതിയ നിയമത്തിൽ ആ വാക്കുമില്ല, പഴയ നിയമത്തിലാണ്. 2017 ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകമാസകലമുള്ള കത്തോലിക്ക ധ്യാനഗുരുക്കന്മാരെ റോമിൽ വിളിച്ചു. അവിടുത്തെ മീറ്റിങ്ങിൽ പറഞ്ഞു, കത്തോലിക്ക സഭയുടെ ധ്യാനമന്ദിരങ്ങളിൽ പൂർവ്വശാപം എന്ന വാക്ക് പറയുന്നത് പരമാധികാരത്തിൽ ഞാൻ വിലക്കിയിരിക്കുന്നു. അത് പുതിയ നിയമത്തിന് എതിരാണ്. ഈശോ പറഞ്ഞിട്ടുമില്ല. പൂർവ്വശാപം ഒന്നേ ഉള്ളൂ, കാരണവന്മാരുടെ കണ്ണുനീര്. അത് വീണോ എവിടെ മാറി താമസിച്ചാലും 7ാം തലമുറ വരെ നിങ്ങളെ വേട്ടയാടും. അല്ലാത്തൊരു പൂർവ്വശാപത്തിൽ ഒരിക്കലും വിശ്വസിക്കരുത്. ഇന്ന് ചില മനുഷ്യർ ഇന്നും പൂർവ്വശാപത്തിന് ഊന്നൽ. ഒരു 75 വയസ്സുള്ള ആൻറ്റി അച്ഛനെ കാണാൻ മുഖമൊക്കെ വാടി. എന്നാ പറ്റി? എൻ്റെ അച്ഛൻ, എനിക്ക് 3 മക്കളാണ്. ഇളയവൻ്റെ കല്യാണം കഴിഞ്ഞ് 7ാം വർഷം, ഇതുവരെ മക്കളില്ല. ഡോക്ടർമാർ നോക്കിയിട്ട് ഒരു കുഴപ്പവും കാണുന്നുമില്ല. എന്താണെന്ന് പറയാൻ ആർക്കും പറ്റുന്നുമില്ല. ഈയിടെ ഒരു ധ്യാനമന്ദിരത്തിൽ ചെന്നപ്പം ഒരു ബ്രദർ പറഞ്ഞു, വീട്ടിൽ വന്ന് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ.
വരാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വന്നു. ആ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, 4 തലമുറ മുമ്പ് ഈ വീട്ടിൽ മുൻകോപമുള്ള ഒരു വല്യപ്പനുണ്ടായിരുന്നു. അടുക്കളയിൽ ഗർഭിണിയായ ഒരു പണിക്കാരിയുണ്ടായിരുന്നു. എന്തോ പറഞ്ഞ് അരിശം മൂന്ന വല്യപ്പൻ ഒരു തൊഴി കൊടുത്തു. തൊഴി കൊണ്ട് അവൾ മരിച്ചു വീണു. എൻ്റെ അച്ചു ആ ബ്രദർ പറയുകയാണ്, 4 തലമുറ മുമ്പ് മരിച്ചുപോയ അവളുടെ പ്രേതം എൻ്റെ ഇളയ മകൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൻ്റെ വക്കത്ത് കയറി കുത്തിയിരിക്കുകയാണ്. നീ ഇറക്കി വിട്ടാലേ പരിഹാരമുള്ളൂ. ഞാൻ ചോദിച്ചു, പരിഹാരം വല്ലതും പറഞ്ഞു? ഗ്രിഗോറിയൻ കുർബാന ചെല്ലിക്കാനാണ് പറഞ്ഞത്. ഇങ്ങനെ ചുമ്മാ വിവരം കണ്ട മനുഷ്യർ പൊട്ട ഉപദേശം തരും. അതിന് നമ്മൾ അടിമകളാകരുത്. ഈശോ പറഞ്ഞു, പൂർവ്വശാപത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അന്ധനായ മനുഷ്യനെ കാണിച്ചു ചോദിച്ചു, ഇവൻ അന്ധനായത് ഇവൻ്റെ കുറ്റം കൊണ്ടോ മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടോ? യേശു പറഞ്ഞു, തകർച്ചകൾ, നൊമ്പരങ്ങൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. ജീവിതം ഒരു ഗെയിമാണ്. ഈ ഗെയിമിൽ നിങ്ങളും ഞാനും ഗെയിം കളിക്കുന്നവരാ. ചില ഫൗളുണ്ട്, അന്ധൻ, ബധിരൻ, ഊമൻ, വികലാംഗൻ. ആ ഫൗളിനെ ഓർത്ത് നമ്മൾ കരയേണ്ട. ഫൗളിൻ്റെ കാര്യം റെഫറി നോക്കും. അർജൻറ്റീന ഫ്രാൻസ് ഫുട്ബോൾ ഫൈനലിൽ മെസ്സി ഫ്രാൻസിൻ്റെ ഫൗൾ നോക്കിയാൽ ഗെയിം കളിക്കാൻ പറ്റിയല്ല. മെസ്സി ഗോൾ അടിക്കുക, ഫൗൾ റെഫറി നോക്കും. ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അവസരത്തിൽ നന്നായി ഗെയിം കളിക്കുക. മറ്റു ഫൗൾ പലതും ലോകത്തിലുണ്ട്, അത് ദൈവം നോക്കും. ആ ചിന്ത വേണം. ഒരു റേബാൻ കണ്ണട മേടിക്കാൻ എനിക്ക് കാശില്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ ദൈവം ഒരു അന്ധനെ കാണിച്ചു തരും. അന്ധനെ കാണുമ്പോൾ ഞാൻ ഓർക്കണം, കണ്ണടയില്ലെങ്കിലും എനിക്ക് കാണുന്നുണ്ടല്ലോ. ഷൂസ് മേടിക്കാൻ കാശില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ കാലില്ലാത്തവനെ കാണിച്ചു തരും. അപ്പോൾ ഓർക്കണം, കാലുണ്ടല്ലോ ഷൂസ് ഇല്ലെങ്കിലും. നമ്മളെക്കാൾ താഴ്ന്നവരുണ്ട്. തന്നെയുമല്ല, ലോകത്തിൽ നമുക്ക് എല്ലാവരെയും രക്ഷിക്കാൻ ആർക്കും പറ്റിയല്ല. അന്ധന്മാരെ പോലും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റിയല്ല. ആദ്യ വെള്ളിയാഴ്ചകളിൽ കുറവിലങ്ങാട് പള്ളിയുടെ മുറ്റത്ത് അന്ധന്മാരുടെ ജില്ലാ സമ്മേളനം. എത്ര അന്ധന്മാരാ! മൂടി പോസ്റ്റ് കിടന്ന് പറയുക, കണ്ണുള്ള നിങ്ങൾ കണ്ണില്ലാത്ത ഞങ്ങൾക്ക് വല്ലതും തന്നിട്ട് പോണേ. ഒരു ചേട്ടന് കരുണ തോന്നിയിട്ട് 10 രൂപയുടെ തുട്ടിട്ട് കൊടുത്തു. തുട്ട് ഉരുണ്ടുപോയി. അന്ധൻ പുറകെ ഒറ്റ ഓട്ടം. അവൻ തുട്ടെടുത്ത് കൊണ്ടുവന്ന് തലക്കിട്ടവലെ വെച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, കള്ളൻ കണ്ണ് കാണാമല്ലോ, പോലീസിനെ കൂടി പിടിപ്പിക്കും. അവൻ പറഞ്ഞു, പൊന്നു സാറെ ചതിക്കല്ലേ, എൻ്റെ വയറ്റിപ്പഴപ്പാണ്. അതെന്താ? യഥാർത്ഥ അന്ധന് പകരം വന്നിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് അന്ധനാ ഞാൻ. യഥാർത്ഥ അന്ധൻ എന്ത് ചെയ്യും? അവൻ 5:30 വരുള്ളൂ. എവിടെ പോയതാ? സിനിമ കാണാൻ പോയതാണ്. അവൻ 5:30 വരുള്ളൂ. നമുക്ക് അന്ധന്മാരെയും വിശ്വസിക്കാൻ പറ്റിയല്ലോ. നമുക്ക് പറ്റുന്നത് ചെയ്യുക, കിട്ടിയ മഹത്വം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. മണിക്കൂർ ഒന്ന് കഴിഞ്ഞ് ചിന്തകളെ അവസാനിപ്പിക്കാം. യേശുവിൻ്റെ 7ാമത്തെ അധികാരം, മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. മരണത്തിന് മേൽ അധികാരമുള്ളവൻ യേശു. മരണം ഈശോ ശ്രദ്ധിക്കുകയല്ല. മരണമെന്ന് പറഞ്ഞാൽ മുടി നരിക്കുന്ന പോലെ, തൊലി ചുളിയുന്ന പോലെ ഒരു പ്രോസസ്സ് മാത്രം. കർത്താവിൻ്റെ കണ്ണ് മരണത്തിലല്ല. യേശു പറയുന്നു, ഞാൻ ജീവനും പുനരുത്ഥാനവുമാ. ഞാൻ ജീവനും പുനരുത്ഥാനവുമാ. മനുഷ്യൻ്റെ മരണത്തെ ഉറക്കമായി കാണാൻ പഠിപ്പിച്ചത് ഈശോയാ. യോഹന്നാൻ 11 ലാസറിൻ്റെ കല്ലറയിൽ എന്ന് പറഞ്ഞു, ലാസർ ഉറങ്ങുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഉറങ്ങുന്നത് പുതിയ ചുണയോടെ എഴുന്നേക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉറങ്ങുന്നത്. രാത്രി 10:00 കിടക്കുമ്പോൾ വെളുപ്പിനെ 5:00 അലാം വെച്ചിട്ട് നമ്മൾ കിടക്കും. 5:00 അലാം അടിക്കുമ്പം നമ്മൾ ചാടി എഴുന്നേക്കും. ഇതുപോലെ നമ്മുടെ കിളിയാർകണ്ടം പള്ളിയുടെ സിമിത്തേരിയിലെ കല്ലറയിൽ ദൈവം നമ്മളെ അടക്കുമ്പോൾ നമ്മുടെ തലയ്ക്കൽ ഒരു അലാം വെക്കും. ആ അലാമിൻ്റെ പേരാണ് അന്തിമകാഹളം. അന്തിമകാഹളം അത് മുഴങ്ങുമ്പോൾ എല്ലാവരും ഉയർക്കും. സിമിത്തേരി ഒരു കോമ, ഉത്ഥാനം ഫുൾ സ്റ്റോപ്പ്. സിമിത്തേരിയിൽ കോമ, ഉത്ഥാനം ഫുൾ സ്റ്റോപ്പാണ്. ഇത് ബോധ്യമായ പൗലോസ് 1 കൊരിന്ത്യർ 15:55 പറഞ്ഞു, മരണമേ നിൻ്റെ വിജയം എവിടെ? മരണമേ നിൻ്റെ ദംശനം എവിടെ? എൻ്റെ മരിച്ചുപോയ അപ്പനമ്മ ഇനിയും ഞാൻ ഒരിക്കൽ കൂടെ കാണും.
മറ്റൊരു ശരീരത്തിൽ. എൻ്റെ പ്രിയപ്പെട്ട പിരിഞ്ഞുപോയ ജീവിത പങ്കാളിയെ മറ്റൊരു ശരീരത്തിൽ ഞാൻ കാണും. അകാലത്തിൽ മരിച്ചുപോയ എൻ്റെ കുഞ്ഞിനെ മറ്റൊരു ശരീരത്തിൽ ഞാൻ കാണും. ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവൻ യേശു. ഞാനിപ്പം കാണുന്ന കാഴ്ച നൂറ് കണക്കിന് സഹോദരീ സഹോദരന്മാർ ഒന്നാം തരം കസേരകളിലും ബെഞ്ചിലും അകത്തും പുറത്തുമായി ചാരിയിരുന്ന് മരിക്കുന്ന കാഴ്ച ഞാനിവിടെ നിന്നുകൊണ്ട് കാണുകയാണ്. അച്ഛനാ ഞാൻ ബേമയിൽ ചാരി നിന്ന് മരിക്കുന്നു, നിങ്ങൾ ഇരുന്ന് മരിക്കുന്നു. അല്പം വകുപ്പ് തിരുന്നാൾ പത്രത്തിൽ ഒരു പേജിന് വകുപ്പ്, ടി വിയിൽ ഒരു ചാനലിന് വകുപ്പ്. കിളിയാറകണ്ടം പള്ളിയിലെ കത്തോലിക്കാ സമൂഹത്തിൻ്റെ കൂട്ടമരണം എന്നും പറഞ്ഞ് ഒരു വലിയ വാർത്ത. എന്താണ് മരണം? പുറത്തേക്ക് വിട്ട ശ്വാസം. എന്താണ് ജീവൻ? അകത്തേക്ക് വിട്ട ശ്വാസം. പുറത്തേക്ക് വിട്ട ശ്വാസത്തെ അകത്തേക്ക് വെക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് വിളിക്കുന്ന വാക്ക് മരണം. വിവരമുള്ള കാരണവന്മാർ മരണത്തെ വിളിച്ച വാക്ക് കാറ്റുപോയി. ഏറ്റവും വലിയ അത്ഭുതം, പോയ കാറ്റ് തിരിച്ച് കയറ്റാൻ പറ്റിയതാ. ഞാൻ ജീവിച്ചാലും മരിച്ചാലും കർത്താവിൻ്റെ കരങ്ങൾ. ഈ ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഉൽപ്പത്തി 3, 8 മുതൽ 13 വരെ. സന്ധ്യയായപ്പോൾ തോട്ടത്തിൽ അവൻ ഉലാത്തുന്ന ശബ്ദം കേട്ടു. പുരുഷനും സ്ത്രീയും തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ പറഞ്ഞു, തോട്ടത്തിൽ നിന്റെ കാൽപര്യമാറ്റം കേട്ടപ്പോൾ ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നു. അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടി തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാൻ തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. തിരുവചനം നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു പാപത്തെക്കുറിച്ചും പാപ സാഹചര്യങ്ങളെക്കുറിച്ചും. കർത്താവിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ നന്മയും അറിയുവാൻ തടസ്സമായത് മനുഷ്യൻ്റെ പാപങ്ങളാണ്. മനുഷ്യൻ പാപത്തിൽ ആയിരിക്കുന്ന കാലത്തോടും മനുഷ്യന് ദൈവസ്നേഹം അനുഭവിക്കാൻ സാധ്യമല്ല. എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം വന്നത് എന്ന് നാടകീയമായി അവതരിപ്പിക്കുന്ന ബൈബിൾ ഭാഗമാണ് ഇത്. നമ്മുടെ മുത്തശ്ശി ഹവ്വാവില്യമ്മച്ചി സയന സവാരിക്ക് ഏകന്തോട്ടത്തിലൂടെ ഒറ്റയ്ക്കുലാത്തുമ്പോൾ നുണയൻ്റെ അപ്പൻ്റെ അപ്പൻ മുത്തപ്പൻ പാമ്പിൻ്റെ രൂപത്തിൽ ഏകന്തോട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദ്യം, മണ്ടിപ്പെണ്ണെ ഹവ്വ വിശക്കുന്നില്ലേടി? അവൾ ചോദിച്ചു, വിശക്കുന്നോന്നോ? കുടലിൽ കഴിഞ്ഞ രൂക്ഷഗന്ധം മുകിൽ അടിച്ചു കയറുന്നു, അത്രയും കട്ടിയുള്ള വിശപ്പ്. ഇത്രമാത്രം വിശന്നാലും ഈ തോട്ടത്തിൽ നിന്നും ഒരു പഴം എങ്കിലും തിന്നാൻ പറ്റുമോ? അവൾ പറഞ്ഞു, ഒരു പഴമോ? ചക്കപ്പഴം, മാങ്ങാപ്പഴം, പേരയ്ക്ക, സപ്പോട്ടയ്ക്ക, പഴുത്ത് തുടുത്ത് തൂങ്ങിക്കിടക്കുന്ന ഏത് പഴം വേണമെങ്കിലും തിന്നാം. പഴം എന്ന് ബൈബിളിൽ പറഞ്ഞാൽ ചക്കപ്പഴം, മാങ്ങാപ്പഴം, കപ്പളങ്ങ പോലെ ഒരു പഴമെന്നല്ല. ബൈബിളിൽ പഴമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരുന്ന സുഖം. അതിൻ്റെ സിംബോളിക് വാക്കാണ് ബൈബിളിൽ പഴം. പഴുത്താൽ പിന്നെ അധികം നിൽക്കുകയില്ല. വാഴക്കൊല പഴുത്തോ പടലിൽ നിന്നും പഴം പൊടുപടാന്ന് പൊഴിഞ്ഞ് താഴത്തേക്ക് വീഴും. കൂടച്ചക്ക പഴുത്തോ മടൽ വിട്ട് കൂഞ്ഞു വിട്ട് അളിഞ്ഞ് കുളവായി പരുവാൻ 1-2 ദിവസം മതി. പഴുത്താൽ പിന്നെ അധികം നിൽക്കുകയില്ല. പിശാച് പറയും, അധികം നിൽക്കാത്ത സുഖത്തിൻ്റെ പുറകെ പോകണം. ദൈവം പറയും, നിത്യമായ സൗഭാഗ്യം തേടണം. എന്താണ്? മദ്യപാനം, മയക്കുമരുന്ന്, ജടികപാപങ്ങൾ, ബ്ലൂ ഫിലിം, മഞ്ഞപ്പുസ്തകം, കുറ്റം പറച്ചിൽ, പഴം. ചെയ്യുമ്പം സുഖം, പിന്നെ ഭാരവാ. എന്താണ് പാപമെന്നതിൻ്റെ 2 വ്യാഖ്യാനങ്ങൾ. ഒരുപാട് കൺവെൻഷനുകൾ, ഒത്തിരി ധ്യാനങ്ങൾ കൂടുന്ന നമ്മൾ ഈ ധ്യാനത്തിൽ ഈ മണിക്കൂറിൽ 2 ഉത്തരം കുറിക്കണം. എന്താണ് പാപം? ചെയ്യുന്നവന് സുഖവും ചുറ്റുമുള്ളവർക്ക് മുറിവും കൊടുക്കുന്നതാണ് പാപം. വേറെ ഒരു വ്യാഖ്യാനമില്ല.
ചെയ്യുന്നവന് സുഖവും മറ്റുള്ളവർക്ക് മുറിവും. കുടിക്കുന്നവന് സുഖം ഭാര്യയ്ക്കും മക്കൾക്കും മുറിവ്. തെറി പറയുന്നവന് സുഖം കേൾക്കുന്നവനും മുറിവ്. ചെയ്യുന്നവന് സുഖവും ചുറ്റുമുള്ളവന് മുറിവും കൊടുക്കുന്നത് പാപം. രണ്ടാമത്തെ വ്യാഖ്യാനം, ചെയ്യുമ്പോൾ രസവും ചെയ്തു കഴിഞ്ഞ മനസ്സിന് ഭാരവും തരുന്നത് പാപം. പല പെണ്ണുങ്ങളുടെ കൂടെ പോകുമ്പം രസം, പിന്നീട് മനസ്സിന് വല്ലാത്തൊരു ഭാരം. തെറ്റ് ചെയ്യുമ്പോൾ രസം, പിന്നെ മനസ്സിന് ഭാരം. ചെയ്യുമ്പോൾ അറപ്പും ചെയ്തു കഴിഞ്ഞ് സന്തോഷവും തരുന്നത് പുണ്യം. മദർ തെരേസ കുഷ്ഠരോഗിയുടെ മുറിവ് കഴിയപ്പോൾ അറപ്പ്, പക്ഷെ അത് കഴിഞ്ഞ് മനസ്സിനൊരു സുഖം. ചെയ്യുമ്പോൾ അറപ്പും ചെയ്തു കഴിഞ്ഞ മനസ്സിന് സുഖവും തരുന്നത് പുണ്യം എന്നാണ് പറയുക. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് തിന്മയുടെ ബന്ധനമുണ്ടോ? ഇപ്പം ദൈവത്തിൻ്റെ സ്വരത്തിന് പകരം സാത്താൻ്റെ സ്വരത്തിന് മനുഷ്യൻ കാതു കൊടുത്തപ്പോൾ അവൻ്റെ ജീവിതത്തിൽ തിന്മ അരങ്ങേറി. അന്ന് വരെ ഒളിക്കാനും മറയ്ക്കാനുമില്ല. ഉൽപ്പത്തി 2:25 പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. അതിൻ്റെ അർത്ഥം തുണിയില്ലെന്നല്ല. ഭർത്താവിനെ ഒളിക്കുന്ന വാട്സപ്പ്, ഫോൺ വിളി, കത്തിടപാട്, കാശിടപാട്, സൗഹൃദങ്ങൾ ഭാര്യയ്ക്കില്ല. ഭാര്യയെ മറയ്ക്കുന്ന കത്തിടപാടും കാശിടപാടും സൗഹൃദങ്ങളും ഫോൺ വിളിയും ഭർത്താവിനില്ല. തുറന്ന പുസ്തകം, നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. നഗ്നരാണേലും ലജ്ജ തോന്നാത്തത് ഒളിക്കാനില്ലാത്തവർക്കല്ലേ? ചില കൊച്ചു പിള്ളേരെ കണ്ടിട്ടില്ലേ? നൂൽ ബന്ധമില്ല, നടക്കുന്ന കണ്ടാൽ തോന്നും പട്ടാളക്കാരൻ കാർഗിൽ യുദ്ധത്തിന് പോകുന്ന പോലെ കയ്യും വീശി പോകുന്ന കാണാം. നാണത്തിൻ്റെ വശനവേ ഇല്ല. ഞാൻ വീട്ടിൽ ചെന്നു. ഓരോ മുറിയും ബെഞ്ചിരിച്ച് കടന്നു പോവുക. അപ്പോൾ 3 വയസ്സുകാരൻ പൊന്നരങ്ങാണം മാത്രം വിട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ പുറകെ പരേഡ് നടത്തുന്നു. ഇപ്പം തള്ള പറഞ്ഞു, ചെറുക്കാ നാണമില്ലേ? ഒരച്ഛൻ വന്ന് കണ്ടില്ലേ? അകത്തുപോയി എന്നൊരു ഇട്ടുകൊണ്ട് വാടാ. അവൻ പോയി ആഘോഷമായിട്ട് കാലേ 2 ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഇത് മതിയോ? ഒളിക്കാനും മറയ്ക്കാനുമില്ല. ചില കള്ളുകുടിയന്മാർക്കുമുണ്ട് ഈ സ്വാതന്ത്ര്യം. 2 വർഷം മുമ്പ് ക്രിസ്മസ് നാളിൽ പാലാ KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിലൂടെ പെരുവിത്താനം ആശുപത്രിയിൽ രാവിലെ 9 കുർബാന ചെല്ലാൻ ഞാൻ മോട്ടോർ സൈക്കിളിൽ പോവുക. ഇങ്ങനെ പോകുമ്പം 2 കുടിയന്മാർ പൂക്കുറ്റി പൂസായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ വാതിൽക്ക് നിൽക്കുന്നു. ഒരു കുടിയനാണെങ്കിൽ ജനിച്ച പാടെ കരിങ്കൽ പ്രതിമ പോലെ, ഗാന്ധി സ്റ്റാച്യു പോലെ നൂൽ ബന്ധമില്ലാതെ വളഞ്ഞു നിൽക്കുന്നു. മറ്റേ കുടിയനാണെങ്കിൽ ഒരു കീറത്തുണി ഉടുത്തില്ലാ പരുവത്തിൽ അരയിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നു. ഞാനതിലെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയുക, എടാ നാണം കെട്ടവനെ, ആ പോകുന്ന പുരോഹിതനാ, ഓർമ്മ വേണം. നമ്മൾ തിരുസഭയുടെ മക്കളാണ്, മറക്കല്ല. എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പം നാണവും ബഹുമാനവും വേണം. പൂസായ നിനക്കതില്ലേലും എനിക്കുണ്ടടാന്നും പറഞ്ഞ് ഇവൻ്റേത് മൊത്തം പറിച്ച് അവനെ ഉടുപ്പിക്കുന്ന കുടിയൻ ഒളിക്കാനും മറയ്ക്കാനുമില്ല. തിന്മ ചെയ്ത മനുഷ്യൻ ഒളിക്കാനും മറയ്ക്കാനും തുടങ്ങി. പാപത്തിൽ വീണ മനുഷ്യൻ അപ്പോൾ കിട്ടാവുന്ന ഇലയെല്ലാം പറിച്ചു കൊടുത്തു. വെപ്രാളത്തിലും വേവലാതിക്കിടയിൽ ആദ്യം കിട്ടിയത് ചൊറിയുണങ്ങിൻ്റെ ഇല. അന്ന് മുതൽ ചില പെമ്പർനോത്തുമാർക്ക് കെട്ടിയവനെ കാണുമ്പം വല്ലാത്ത ചൊറിച്ചിൽ. ചില ആണുങ്ങൾക്ക് ഭാര്യയെ കാണുമ്പം ചൊറിച്ചിലോട് ചൊറിച്ചിൽ. ചില ധ്യാനത്തിന് അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ ഭൂമിയിലില്ലാത്ത ചൊറിച്ചിൽ. ഒളിക്കലും മറയ്ക്കലും ഏതൻ തോട്ടത്തിൽ ആരംഭിച്ചു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം 4 ചോദ്യങ്ങൾ ചോദിച്ചു. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ദൈവം 4 ചോദ്യം ചോദിക്കും. 1 ഉൽപ്പത്തി 3:9 ആദം നീ എവിടെ? പള്ളിയിലില്ല, പാർട്ടി ഓഫീസിൽ, ജനശ്രീ, കുടുംബശ്രീ, ക്ലബ്ബ്, ചായക്കട, എല്ലായിടത്തും ഉണ്ട്. കുമ്പസാരത്തിനില്ല, കുർബാനയ്ക്കില്ല, സന്ധ്യാപ്രാർത്ഥനയ്ക്കില്ല. ആദം നീ എവിടെ? ഇന്ന് രാത്രി നിന്റെ ജീവനെ എടുത്താൽ നിന്റെ നിത്യത എവിടെ? 1ാമത്തെ ചോദ്യം. 2 ഉൽപ്പത്തി 4:9 കായേൻ നിന്റെ സഹോദരനായ ആബേൽ എവിടെ? പള്ളിയുണ്ട്, കുർബാനയുണ്ട്, കൂതാശയുണ്ട്, ധ്യാനമുണ്ട്. അയൽവാസിയോട് പിണങ്ങിയിട്ട് 10ാം വർഷമാണ്, മിണ്ടിയിട്ടില്ല. നാത്തൂമാർ തമ്മിൽ മിണ്ടിയിട്ട് 3 വർഷം കഴിഞ്ഞു. അമ്മായിമ്മ മരുമകൾ പിണങ്ങിയിട്ട് നാളുകളായി. നിൻ്റെ സഹോദരൻ എവിടെ? 3ാമത്തെ ചോദ്യം, നിൻ്റെ ഉൽപ്പത്തി 3 നിൻ്റെ മുഖം എന്തേ വാടിയിരിക്കുന്നു? ഉള്ളിൽ പാപമുണ്ടോ? മുഖത്തറിയാൻ പറ്റും. ഉള്ളിൽ അരിശമാണോ? മുഖം ഇടിമിച്ചിരിക്കും. ഉള്ളിൽ നിരാശയാണോ? മുഖം വരണ്ടിരിക്കും. ഉള്ളിൽ പ്രാർത്ഥനയുണ്ടോ? മുഖം പ്രകാശിച്ചിരിക്കും.
ഇല്ലാത്ത മനുഷ്യനെക്കുറിച്ച് പറയും കെട്ട മനുഷ്യൻ. മുഖത്ത് വെട്ടമില്ല, കെട്ടുപോയ മനുഷ്യൻ. നിന്റെ മുഖം എന്തേ വാടിയിരിക്കുന്നു? നാലാമത്തെ ചോദ്യം, നീ എന്തേ ഇങ്ങനെ കോപിക്കുന്നു? നീ എന്തേ ഇങ്ങനെ കോപിക്കുന്നു? ക്ഷിപ്ര കോപമാണ്. തൊട്ടതിനും പിടിച്ചതിനും ഭാര്യയോട് അരിശം, എടുത്തതിനും പിടിച്ചതിനും ഭർത്താവിനോട് അരിശം, അതിനും ഇതിനുമൊക്കെ കുഞ്ഞുങ്ങളോട് അരിശം. ചുമ്മാ ചൂടാവുക. ഉള്ളിൽ പാപമുണ്ട്, എന്തോ തിന്മയുണ്ട്. ഈ 4 ചോദ്യങ്ങൾ നിങ്ങളോടും ഈ വാർഷിക ധ്യാനത്തിൽ ദൈവം ചോദിക്കും. എന്നോടും നമ്മളോടും എല്ലാവരോടും 4 ചോദ്യങ്ങൾ. ഇനി എന്താണ് പാപം എന്ന് ചോദിച്ചാൽ അതിൻ്റെ 3 ഉത്തരങ്ങളിലേക്ക് അച്ഛൻ നിങ്ങളെ ഒന്ന് നയിക്കട്ടെ. ഉൽപ്പത്തി 3:8 മുതൽ 13 വരെ വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ. 1, പാപം എൻ്റെ ആകാശം ചുരുങ്ങുന്നതാണ്. പാപം എൻ്റെ ആകാശം ചുരുങ്ങുന്നതാണ്. തിന്മ ചെയ്യുന്നവരെ മനുഷ്യൻ്റെ ആകാശം വിശാലമായിരുന്നു. തിന്മ ചെയ്തപ്പോൾ കാട്ടുമരങ്ങൾക്കിടയിൽ ഒളിച്ചു, ആകാശം ചുരുങ്ങിപ്പോയി. ഏതെങ്കിലും അച്ഛൻ ഒരു കാലത്ത് പള്ളിയിലിരുന്നു. ആ പിണക്കത്തിൻ്റെ പേരിൽ ഇനിയും പള്ളിയും പട്ടക്കാരും വേണ്ടാന്ന് വെച്ചാൽ എൻ്റെ ആകാശം ചുരുങ്ങിപ്പോയി. ഏതെങ്കിലും അയൽവാസികളുമായി നല്ല അടുപ്പത്തിലല്ലെങ്കിൽ ആകാശം ചുരുങ്ങിപ്പോയി. ചില വീട്ടിൽ എനിക്ക് കയറാനും പറ്റുകയില്ല, ചിലർ എൻ്റെ വീട്ടിൽ വന്ന് ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ ആകാശം ചുരുങ്ങിപ്പോയി. അങ്ങനെ ആകാശം ചുരുങ്ങിയാൽ എൻസൈക്ലോപീഡിയ പോലെ ശോഭിക്കാണ്ട് ഞാൻ പോക്കറ്റ് ഡിക്ഷണറി പോലെ ചെറുതാവും. കഴുകനെ പോലെ പറക്കാണ്ട് ഞാൻ ചെറിയ കോഴിക്കുഞ്ഞിനെ പോലെ കൊത്തി നടക്കും. നമ്മൾ ധ്യാനത്തിൽ ഒരാത്മശോധന. എൻ്റെ ആകാശം ചുരുങ്ങിയോ? ആരോടെങ്കിലും പിണക്കത്തിലും വെറുപ്പിലും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലുമാണ്. 2, പാപം ഒരു മറവിയാണ്. പാപം ഒരു മറവിയാണ്. ചില മനുഷ്യർക്ക് എന്തോ ഒരു മറവിയാണ്. ഒരാൾ ഡോക്ടറെ സമീപിച്ച് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ശക്തമായ മറവി. ഡോക്ടർ ചോദിച്ചു, നിൻ്റെ മറവിക്ക് എന്താ ലക്ഷണങ്ങൾ? അവൻ പറഞ്ഞു, എൻ്റെ മറവിക്ക് 12 ലക്ഷണങ്ങൾ. എന്തെല്ലാമോ? 1 മറവി, പിന്നെയോ ബാക്കി 11 ഞാൻ മറന്നുപോയി. എന്നാണ് മറവിയുടെ 12 ലക്ഷണങ്ങൾ. 2 കാര്യങ്ങളെ നമുക്ക് മറക്കാം: വന്ന വഴികളെയും എത്തേണ്ട ലക്ഷ്യങ്ങളെയും. ആരെല്ലാം വന്ന വഴി മറന്നു, ദൈവം അവരോട് ചോദ്യം ചോദിച്ചു. ഹാഗാറിന് ഇസ്മായിൽ ജനിച്ചപ്പോൾ അഹങ്കാരം, സാറായെ ധിക്കരിച്ച്. ഹാഗാർ ഇസ്മായിലിനെയും കൊണ്ട് പോകുമ്പോൾ ദൈവം വിളിച്ച വിളി, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ ഏത് ഇസ്മായിലിൻ്റെ അമ്മയാണേലും ഒരു കൂലിപ്പണിക്കാരിയാ, നിന്റെ നിലവാരം നീ മറക്കരുത്, വന്ന വഴികളെ മറക്കരുത്. യോഹന്നാൻ 21 പത്രോസിന് കെട്ടുവാനും അയക്കുവാനും സമസ്ത അധികാരവും ഉണ്ടെന്ന് തോന്നിയപ്പോൾ അല്പം അഹന്തയോടെ പത്രോസ് നടക്കുമ്പോൾ യേശുവിൻ്റെ വിളി, യോനാട് പുത്രനായ ശീമോനെ, നീ ഏത് പോപ്പാണേലും നിൻ്റെ അപ്പൻ യോനാട് ദേഹത്തുള്ള പച്ചമത്തിയുടെ ഉളുമ്പിൻ്റെ മണം നീ മറക്കരുത്. ഒരുപക്ഷെ മക്കളൊക്കെ വിദേശത്ത് പോയി അല്പം കാശായപ്പോൾ പഴയ ദാരിദ്ര്യ കാലഘട്ടം ഞാൻ മറക്കരുത്. ചില കാര്യം മറക്കാൻ പറ്റുമോ? എൻ്റെ വീട്ടുപേര് പുത്തൻപരിക്കൽ. ഞാൻ ഓർക്കുകയാണ്, സായിപ്പന്മാർക്ക് ഉച്ചരിക്കാൻ വലിയ ബുദ്ധിമുട്ട്. എന്നാൽ വീട്ടുപേര് മാറ്റിയാലോ? ഫാദർ ജോസഫ് ന്യൂ ഹൗസ് അങ്ങനെ ആക്കിയാലോ? ഓർത്തിട്ട് കാര്യമില്ല. എൻ്റെ അപ്പൻ്റെ പേര് കുഞ്ഞേപ്പിയേട്ടൻ. ഞാൻ ഓർക്കുകയാണ്, സായിപ്പന്മാർക്ക് പറയാൻ പാട്. അതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ പേര് ഷാരൂഖ് ഖാൻ, ഋതിക് റോഷൻ ആണെങ്കിൽ എത്ര നല്ലതാണ്. കിട്ടിയ അപ്പൻ കിട്ടിയ അമ്മ. വന്ന വഴികളെ മറക്കാൻ പറ്റിയല്ലോ, വന്ന വഴികളെ. അമേരിക്കയിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ ചിക്കാഗോയിൽ കറമ്പി പെണ്ണുങ്ങൾ ബാഗും തള്ളി പുറകെ വരും. അവളുമാർക്ക് എന്നെ കാണുന്നത് വലിയ ഇഷ്ടമാണ്. കാരണം നിറത്തിൽ മാറ്റമുണ്ടെങ്കിലും മുടിയിൽ നല്ല പൊരുത്തം. അവരിങ്ങനെ നോക്കും. ചില കരമ്പിളി ചോദിക്കും, ആർ യു ഫ്രം എത്യോപ്യ? എത്യോപ്യ എന്ന് പറയുന്ന ആളാണോ? നമുക്ക് സ്വന്തം കട്ടപ്പന, എരട്ടിയാട്, തോവാള, തോപ്രാംകുടി നാട് മറക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ ഉള്ളിൽ പറയും, നോട്ട് ഫ്രം എത്യോപ്യ ബട്ട് ഫ്രം ദ ലാൻഡ് ഓഫ് ടപ്പിയോക്ക. മറക്കാൻ പറ്റിയല്ലോ. വന്ന വഴികളെ മറക്കുന്നത് പാപം, എത്തേണ്ട ലക്ഷ്യങ്ങളെയും മറക്കുന്നത് പാപം. പാപം ഒരു മറവിയാണ്. 3, പാപം ഒരു പടി ഇറക്കമാണ്. ആദ്യ മാതാപിതാക്കൾ
പർദീസായുടെ പടിവാതിൽ ഇറങ്ങിപ്പോയി. ധൂർത്തപുത്രൻ അപ്പൻ്റെ ഊട്ടുമേശയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാപം ഒരു പടിയിറക്കമാണ്. ദൈവം ഒരു നല്ല അപ്പനായി ഒരാളെ വീട്ടിൽ വെച്ചു. അപ്പൻ്റെ നിലവാരമില്ലാത്ത സംസാരവും ഇടപെടലും മോശമായ ബന്ധങ്ങളും സ്ഥാപിച്ചാൽ ഒരപ്പൻ്റെ പടിയിറക്കും. ഒരു സ്ത്രീയെ കുടുംബത്തിൻ്റെ വിളക്കായി അമ്മയായി ദൈവം പ്രതിഷ്ഠിച്ചു. എന്നാൽ ഇന്നും ചുമ്മാ ഇടയ്ക്ക് മറിച്ച് 65-ാം വയസ്സിലും മധുര 17 തുള്ളിപ്പോയാൽ അത് അവളുടെ പടിയിറക്കമാണ്. പ്രായത്തിൻ്റെ പക്വത വേണം, പ്രായത്തിൻ്റെ ഈട് വേണം, ജീവിതാന്തസ്സിന് നിലവാരം വേണം. ഇല്ലെങ്കിൽ അതിന് വിളിക്കുന്ന വാക്ക് പടിയിറക്കം. പാപം ഒരു പടി ഇറക്കമാണ്. ഒന്നുകൂടി ആഴത്തിലേക്ക് ബൈബിളിൽ നിങ്ങളെ ഞാനൊന്ന് കൊണ്ടുപോകട്ടെ. മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും 3 തലക്കെട്ടിൻ്റെ കീഴേ വരും. എല്ലാ പാപങ്ങൾക്കും 3 ഹെഡിങ്സ്. 1, കാണാൻ കൗതുകമുള്ള പഴം ഹവ്വായ്ക്ക് കാണിച്ചു കൊടുത്തു. ആ പാപത്തിൻ്റെ പേരാണ് കണ്ണുകളുടെ ദുരാശ. കാണാൻ കൗതുകമുള്ള പഴം. 2, തിന്നാൻ കൊതി തോന്നി. അതിൻ്റെ പേരാണ് ജഡത്തിൻ്റെ ദുരാശ. 3, ദൈവത്തെ പോലെ ആകാൻ മോഹം തോന്നി. അതിൻ്റെ പേരാണ് ജീവിതത്തിൻ്റെ അഹന്ത. പർദീസായിലെ 3 പ്രലോഭനങ്ങൾ ഈശോയ്ക്ക് ഉണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായന ഏതായിരുന്നു? മത്തായി 4:1-11 വരെ. കാണാൻ കൗതുകമുള്ള പഴം ഹവ്വായ്ക്ക് കാണിച്ചു കൊടുത്തെങ്കിൽ ഈശോയ്ക്ക് കാണാൻ കൊള്ളാവുന്ന ദേശം മുഴുവൻ കാണിച്ചു കൊടുത്തു. കണ്ണുകളുടെ ദുരാശ. പഴം തിന്നാൻ ഹവ്വായ്ക്ക് തോന്നിയാൽ കല്ലിനെ അപ്പമാകാൻ ഈശോയ്ക്ക് തോന്നി. ജഡത്തിൻ്റെ ദുരാശ. ദൈവത്തെ പോലെ ആകാൻ ഹവ്വായ്ക്ക് തോന്നിയാൽ ഞാൻ ദൈവത്തിനല്ലേ എന്ന് ഈശോയ്ക്ക് തോന്നി. ജീവിതത്തിൻ്റെ അഹന്ത. ഇതുകൊണ്ടാണ് ആദ്യ മാതാപിതാക്കൾക്ക് പ്രലോഭനമുണ്ടായി, പ്രലോഭിതരായി. ഈശോയ്ക്ക് പ്രലോഭനമുണ്ടായി, പക്ഷെ പ്രലോഭിതനായില്ല. ഒരാൾ പറയുകയാണ്, അച്ഛാ എനിക്ക് വയസ്സ് 28, പെണ്ണ് കെട്ടിയിട്ടില്ല, ഒരു പെണ്ണിനെ നോക്കിയിട്ടുമില്ല, ഒന്നുകൊണ്ട് തോന്നിയിട്ടുമില്ല, ഞാൻ വിശുദ്ധനാണോ? അല്ല. പിന്നെ എന്നതാ പറയേണ്ടത്? പൊന്നു മോനെ, നിൻ്റെ മർമ്മപ്രധാനമായ ഏതോ ഞരമ്പ് വിട്ടുപോയി എന്നാണ് പറയേണ്ടത്. പുണ്യമെപ്പോഴാ? വ്യഭിചാരം ചെയ്യാൻ തോന്നിയിട്ടും വേണ്ടെന്ന് വെക്കുമ്പോഴാണ്. വികാരമില്ലാത്ത ഷണ്ടനല്ല, തോന്നിയിട്ടും വേണ്ടെന്ന് വെക്കുമ്പോഴാണ് പുണ്യം. ഹരിശ്ചന്ദ്രന് നുണ പറയാൻ തോന്നിയിട്ടും പറയേണ്ടെന്ന് വെക്കുമ്പോഴാണ് ഹരിശ്ചന്ദ്രൻ്റെ സത്യം. അപ്പം പ്രലോഭനം ഉണ്ടാവും, അതിജീവിക്കാനുള്ള കരുത്ത്. തലയുടെ മുകളിൽ പറക്കുന്ന പക്ഷിയെ തടയാൻ പറ്റിയല്ല, പക്ഷെ പക്ഷി തലയിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് തടയാൻ പറ്റും. ഇതാണ് പാപത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ പറയുക. പാപത്തിൻ്റെ അവസ്ഥ. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ 17 വരെ വാക്യങ്ങൾ. ലോകത്തിൻ്റെ മോഹങ്ങൾ 3 അപ്പോൾ കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഏറ്റവും സൃഷ്ടിക്കേണ്ടത് കണ്ണുകളുടെ ദുരാശ. നമ്മുടെ എല്ലാ പ്രലോഭനവും കടന്നു വരുന്നത് കണ്ണിൽ കൂടെയാണ്. അന്ധന്മാർക്ക് പ്രലോഭനം വളരെ കുറവാണ്, കാഴ്ചയില്ലല്ലോ. നമ്മുടെ ഉള്ളുപോലെ കണ്ണിൻ്റെ യാത്ര. വസ്ത്രഭ്രമമുള്ള സ്ത്രീയെ തൊടുപുഴകളെ കോട്ടയത്ത് കൊണ്ടുചെന്നാൽ അവിടെ കാണുന്നതെല്ലാം അയ്യപ്പാസ്, പാർത്താസ്, പുളിമൂട്ടിൽ, ബോംബെ ഡൈൻ, ശീമാട്ടി, നർമ്മദ, അത് മാത്രമേ കാണൂ. സ്വർണ്ണഭ്രമം ഉള്ളവളെ കൊണ്ടുപോയാൽ കാണുന്നത് അലൂക്കാസ്, ജോസ്കോ ജ്വല്ലറി, മലബാർ ഗോൾഡ്, ഭീമ ഗോൾഡ്, ചെമ്മണ്ണൂർ ജ്വല്ലറി, ഈ സ്വർണ്ണക്കട കാണും. ഒരു പട്ടിയെ തോപ്പറംകുടി കൊണ്ടുവന്നാൽ കശാപ്പ് കട, മീൻകട, മുള്ള, വേസ്റ്റ് ഇത് കാണും. മദർ തെരേസയെ കിളിയാറകടത്ത് കൊണ്ടുവരുന്നെങ്കിൽ മന്ദബുദ്ധി, മാറാരോഗി, അനാഥ പിള്ളേർ അവരെ കാണും. ഉള്ളുപോലെയാ കണ്ണിൻ്റെ യാത്ര. ഒരു കുടിയൻ സിറ്റിയിൽ പോയാൽ കള്ള് ഷാപ്പ്, ബാർ ഹോട്ടൽ, ബിവറേജിൻ്റെ കട ഇത് മാത്രം കാണും. ഞാൻ കുറച്ച് നാൾ മുമ്പ് പാലായിൽ നിന്നും സൂപ്പർ ഫാസ്റ്റിൽ തിരുവനന്തപുരത്തേക്ക് പോവുക. കോട്ടയം ബസ് സ്റ്റാൻഡിൽ രാവിലെ 8 മണിക്ക് എങ്ങപ്പം കണ്ടക്ടർ പറഞ്ഞു, കാപ്പ് കുടിക്കാൻ സമയമുണ്ട്, 20 മിനിറ്റ്. പകുതി പേരും കാപ്പ് കുടിക്കാൻ ഇറങ്ങിപ്പോയി. ഞങ്ങൾ കുറേ പേര് ബസ്സിനകത്തിരുന്നു. ഞാൻ പുസ്തകവും വായിച്ചിരിക്കുക. അല്പം കഴിഞ്ഞൊരു ശബ്ദം. ഞാൻ നോക്കുമ്പോൾ ആണുങ്ങൾ ചാടി എന്നിട്ട് പുറത്തേക്ക് നോക്കുന്നു. ഞാനും നോക്കി. അപ്പോഴാണ് കാണുക 2 ചെറുപ്പക്കാരിയായിരുന്നു. ഒരു സിനിമയുടെ പോസ്റ്റർ
പശ തേച്ച് ബസ് സ്റ്റാൻഡിൻ്റെ മതിലിൽ ഒട്ടിക്കുക. സിനിമയുടെ പേര് കിന്നാരത്തുമ്പികൾ. നായിക ഷക്കീല. ഷക്കീല എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന് ഭൂരിപക്ഷ മേഖലയിൽ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവളും ഉടുത്ത തുണിക്ക് 80% കിഴിവുള്ളവളും ഇവിടെ ഒട്ടിച്ചു വെക്കുക. ആണുങ്ങൾ വായും പൊളിച്ച് ഷക്കീലയെ നോക്കുന്നു. കുറേ കഴിഞ്ഞ് ഒരു അമ്പലക്കാള വന്ന് 2 കാലും നിലത്ത് കുത്തി 2 കൈയും ഭിത്തിയെ കുത്തി ഷക്കീലയെ കടിച്ചു കയറി ചവച്ച് തുപ്പി താഴെ ഇടുന്നു. അമ്പലക്കാളിക്ക് പോലും അറിയാം കാണാൻ കൊള്ളാത്ത സാധനമാണ് ഈ തൂങ്ങിക്കിടക്കുന്നത്. പക്ഷെ മനുഷ്യൻ വായും പൊളിച്ച് നോക്കുന്നു. ഉള്ളുപോലെ കണ്ണിൻ്റെ യാത്ര, ഉള്ളുപോലെ കണ്ണിൻ്റെ യാത്ര. കഴിഞ്ഞ വർഷം ഫ്ലവേഴ്സ് ചാനലുകാർ ന്യൂസ് 24 സംവാദത്തിന് എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ 1 മണിക്കൂർ സമയം അടുത്ത ശനിയാഴ്ച തരാമോ? ഞാൻ ചോദിച്ചു, എന്താ പ്രോഗ്രാം? ഒരു സിനിമാ നടിയായിട്ട് ഒരു സംവാദം. ഒരു വശത്ത് നടിയിരിക്കും, എതിർവശത്ത് അച്ഛനിരിക്കണം. അവൾ എന്തുകൊണ്ടാണ് ഉറപ്പുള്ള സീൻ അഭിനയിക്കുന്നത്? അവളുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി അവളുടെ അവസ്ഥ അവൾ പറയുമ്പോൾ അവളുടെ അഭിനയം നിൽക്കുന്ന ഉറപ്പ് അച്ഛനും പറയണം. ഞാൻ ചോദിച്ചു, ആരാ സിനിമാ നടി? അവൻ പറഞ്ഞു, ഷക്കീല. ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ താല്പര്യമില്ല. അങ്ങനെ ഷക്കീല മോശക്കാരി ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ഷക്കീല മോശക്കാരിനെ വിധിക്കാൻ ഞാൻ ദൈവമല്ലല്ലോ. ഞാൻ വരാത്തതിൻ്റെ കാരണം ലക്ഷക്കണക്കിന് യുവജനങ്ങൾ എൻ്റെ പ്രോഗ്രാം നിരന്തരം യൂട്യൂബിൽ ഷെയർ ചെയ്യുന്ന കാണാം. ഒരു ദിവസം ആ യുവജനങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യേണ്ടി വരും, ഫാദർ ജോസഫ് പുത്തമ്പരിക്കൽ ആൻഡ് ഷക്കീല. അതുകൊണ്ട് ഈ പരിപാടിക്ക് ഞാൻ വരുന്നില്ല, ഞാനിത് മാറിപ്പോവുകയും ചെയ്തു. ഉള്ളുപോലെയാണ് കണ്ണിൻ്റെ യാത്ര, ഉള്ളുപോലെ. സത്യം പറഞ്ഞാൽ നമ്മുടെ കാഴ്ച കണ്ണിലല്ല ഉള്ളിലാണ്. ഉള്ളുപോലെ കാണും, ഉള്ളുപോലെ കേൾക്കും, ഉള്ളുപോലെ ഞാൻ തിരിച്ചറിയും. 2021 വനിത എന്നെക്കുറിച്ചും ഇന്നസെൻറ്റിനെ കുറിച്ചുമുള്ള സ്പെഷ്യൽ പതിപ്പായിരുന്നു. ഇപ്പം ഇരിങ്ങാലക്കുടിയിൽ ഇന്നസെൻ്റ് വീട് പാർപ്പിടം. ഞങ്ങൾ 3 മണിക്കൂർ വർത്തമാനം പറഞ്ഞ് മുറ്റത്തോടെ നടന്നു. മനോരമക്കാർ അത് റെക്കോർഡ് ചെയ്തു. അത് വനിതയിൽ 5 പേജിൽ വലിയ ആർട്ടിക്കിളായി ക്രിസ്മസ് പതിപ്പിൽ അത് വന്നു. അപ്പം അവിടെ ഇന്നസെൻ്റ് പറഞ്ഞു, അച്ഛാ, കാഴ്ച കണ്ണിലല്ല മനസ്സിലാണ്, രുചി നാവിലല്ല മനസ്സിലാണ്, കേൾവി കാലിലല്ല മനസ്സിലാണ്. ക്യാൻസർ ബാധിതനായ ഇന്നസെൻ്റ് ഒരു ഷൂട്ടിങ്ങിന് പോരുമ്പോൾ ക്യാൻസർ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഗംഗാധരനെ എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കണ്ടുവച്ച് പോരുന്നു. കുട്ടിക്കാനത്ത് ഷൂട്ടിംഗ്, തോംസൺ വില്ല. ഷൂട്ടിംഗ് തീരുന്ന ദിവസം കോടമഞ്ഞ് പടർന്നു, പെട്ടെന്ന് ഇരുട്ടായി. നിർമ്മാതാവ് പറഞ്ഞു, പെട്ടെന്ന് ഷൂട്ടിംഗ് പൂർത്തിയാക്കണം, അല്ല ദിവസം വേസ്റ്റ് ആവും. ഇന്നസെൻ്റ് അച്ഛനായിട്ടാണ് ലോഹയിട്ടു, മുടിയൊക്കെ എനിക്ക് പൗഡർ വിട്ട് സൈറ്റിലേക്ക് പോകുമ്പോൾ മൊബൈൽ ഫോൺ പോക്കറ്റ് കിടന്നടിച്ചു. ഇന്നസെൻ്റ് നോക്കുമ്പോൾ ഡോക്ടർ ഗംഗാധരൻ്റെ ഫോൺ കോളാണ്. ഇന്നസെൻ്റ് അല്പം ഗൗരവമാണ്. ഷൂട്ടിംഗ് കഴിയുമ്പോൾ മകൻ സോണറ്റിനെയും കൂട്ടിക്കൊണ്ട് എന്നെ കാണാൻ വരണം. അച്ഛാ, എൻ്റെ ശരീരം തളർന്നുപോയി, ഞാൻ ആകെ മരവിച്ചു പോയി. പക്ഷെ എങ്ങനെയോ ഷൂട്ടിംഗ് പൂർത്തിയാക്കി. മകൻ്റെ കൂടെ ഇന്നോവ വണ്ടിയിൽ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. പഴയ മേനിച്ചിലാറ്, മൂവാറ്റുപുഴ തടാകങ്ങൾ, ഒത്തിരി ആറുകളും തോടുകളും വരലുകളും, പഴയ വഴി തന്നെ. ഒന്നും എൻ്റെ കണ്ണിൽ അന്ന് പെട്ടില്ല. അന്നെനിക്ക് മനസ്സിലായി, കാഴ്ച കണ്ണിലല്ല ഉള്ളിലാണ്. ഏറ്റവും നല്ല ഹോട്ടലിൽ കയറി രുചിയുള്ള ഭക്ഷണം വിളമ്പിച്ചു. പക്ഷെ ഒരു രുചിയും തോന്നിയില്ല, കൈയിട്ട് ഓടിച്ചു. രുചി നാവിലല്ല മനസ്സിലാണ്. ഏറ്റവും നല്ല പാട്ട് വെച്ച് തന്നു, ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, കേൾവി കാതിലല്ല മനസ്സിലാണ്. ജീവിതത്തിൽ ഭാരം വരുമ്പോൾ നിങ്ങളും ഫാനിൻ്റെ ഇടയിൽ വേർക്കുന്ന ഒരു ദിവസമുണ്ട്. രുചിയുള്ള ഭക്ഷണത്തിൽ കൈ ഓടിച്ച് ബരടിയിരിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്, ഒരു തിരിച്ചറിവ്. അപ്പം നമ്മളൊക്കെ ഓർക്കുക, ഉള്ളുപോലെ കണ്ണിൻ്റെ യാത്ര. ഉറവയുടെ ഗതി നന്നാകണോ, ഉറവിടം നന്നാക്കുക. മനസ്സ് നന്നായോ കാഴ്ചപ്പാടുകൾ നന്നാവും. തന്നെയുമല്ല, നമ്മുടെ ശരീരത്തിൽ ചില അവയവങ്ങൾക്ക് പ്രത്യേക കാന്തശക്തിയുണ്ട്. കാന്തശക്തി ചില ശരീരത്തിൽ കാന്തശക്തിയുണ്ട്. ദേഹത്ത് കാന്തമുള്ള ആൾക്കാർ ഇടിമിന്നൽ ഇറങ്ങി നടന്നാൽ ഇടിവെട്ടേക്കാൻ സാധ്യതയുണ്ട്. 1992 ബാബു ചാരികാടനും രമേശ് ചെന്നിത്തലയും തുറന്ന ജീപ്പിൽ പോയി
ഇടിമിന്നി. ദേഹത്ത് കാന്തമുള്ള ബാബു കരിഞ്ഞു വീണു. രമേശ് പരിക്കേലാകാതെ രക്ഷപ്പെട്ടു. വാഗമൺ മലയിൽ 25 പേർ ഇരുന്നു. ഒരുത്തന് ദേഹത്ത് കാന്തം, ഇടിമിന്നലിൽ നടുക്കുള്ളവൻ മരിച്ചു, മറ്റുള്ളവൻ ജീവിച്ചു. ദേഹത്ത് കാന്തമുള്ളവർ കൊന്ത, താക്കോല് ഇതും പിടിച്ച് നടന്നാൽ മതി. എവിടെ വെള്ളമുണ്ടോ ദേഹം ധരിക്കും. അവരാണ് മെറ്റൽ പിടിച്ച് കിണറിന് സ്ഥാനം കാണുന്നത്. ഒരു ദൈവികതയില്ല. അത് അച്ഛനാണേലും ആത്മാനാണേലും ആരാണേലും അതിനകത്തൊരു ദൈവികതയില്ല. ചിലർ ഇരുമ്പിൻ്റെ സംശയം കൈ പിടിച്ച് നടന്നാൽ മതി. ഭൂമിയുടെ കീഴെ തകിട, എല്ല, മുള്ള, മുടിയുണ്ടോ ദേഹം ധരിക്കും. അവരാണ് കൂടോത്രം മാതുന്ന കൊച്ചു സിദ്ധന്മാരും വലിയ സിദ്ധന്മാരും ഒക്കെയായിട്ട് പറയുക. കാന്തമുണ്ട്, കാന്തശക്തിയുണ്ട്. ചില കുടുംബത്തിൽ നെഗറ്റീവ് കാന്തമുണ്ട്. നിരന്തര അപകട മരണങ്ങൾ സംഭവിക്കുന്ന കുടുംബങ്ങൾ. ചില വളവുകളിൽ നെഗറ്റീവ് കാന്തമുണ്ട്. നിരന്തരം വണ്ടി അപകടം ഒരേ സ്ഥലത്ത്. നമ്മൾ പേടിക്കാനില്ല. കർണക്കൊന്ത പ്രാർത്ഥന ചൊല്ലി കുടുംബത്തിലെ നെഗറ്റീവ് തരംഗത്തെ പോസിറ്റീവ് തരംഗമാക്കണം. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം. ചിലരുടെ കയ്യിൽ കാന്തശക്തി. ചില അമ്മച്ചിമാർ നല്ല കോഴിക്കറി വെച്ചാൽ ചട്ടിയുടെ അടിയിലത്തെ അരപ്പം കൂടെ വടിച്ച് നക്കാൻ തോന്നും. പക്ഷെ ചില പെണ്ണുങ്ങൾ ഇതേ മസാലയിട്ട് കറി വെച്ചോ വെറുകോളിക്ക് അരപ്പിട്ടതുപോലെ ഇരിക്കും. ഒരു രുചിയുമില്ല. ചിലരോട് 500 രൂപ രാവിലെ വായ്പ മേടിച്ചാൽ വൈകിട്ട് 700 പോലിക്കും. ചിലരോട് മേടിച്ചോ ഉച്ചയാകുമ്പം തെണ്ടി കുത്തുവാള എടുക്കും. കൈപുണ്യം. ചിലർ വാഴക്കൊല വെട്ടിയാൽ മയിൽക്കുറ്റി പോലെ കരിഞ്ഞ് കുത്തിയിരിക്കും. ചിലർ വരഞ്ഞാൽ മതി, ഒപ്പം പഴുക്കും. കൈയുടെ കാന്തശക്തി. ചിലരുടെ നാവിലാ കാന്തശക്തി. കരിനാക്കെന്ന് പറയും. ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് പെമ്പിള്ളാരുടെ ഭരതനാട്യം കാണിക്കാൻ വേണ്ടി സിസ്റ്റർ പ്രിൻസിപ്പാൾ വിളിച്ചു. എന്നോട് പറഞ്ഞു, അച്ഛൻ മുമ്പിൽ വന്ന് ഒന്നിരുന്നാൽ പിള്ളേർക്ക് സന്തോഷമാവും. ഞാൻ മുമ്പിലത്തെ കസേരയിലിരുന്നു. എൻ്റെ അടുത്ത് ഒരു സാറ് വരുന്നു. ഒരു പെൺകുട്ടി ചിത്തശലഭത്തെ പോലെ നൃത്തം ചെയ്ത് ഇങ്ങനെ ആടി വളഞ്ഞു പോവുക. ഈ സാറ് പറഞ്ഞു, എൻ്റെ അച്ഛ എന്തൊരഴകല്ലേ, പക്ഷി പറക്കുന്ന പോലെ. അടുത്ത നിമിഷമുണ്ട് ആ പെണ്ണ് വലതുകാലം ഉളുക്കി സ്റ്റേജിൽ കിടക്കുന്നുണ്ട്. ചിലരുടെ നാവിൽ കാന്തശക്തിയുണ്ട്. നാവിൽ. ഞങ്ങളുടെ ധ്യാനിപ്പീര് കഴിഞ്ഞ് രാത്രി 10:00ക്കും 11:00നും വരുമ്പോഴും ആവിമാറാത്ത കറിയും ചൂടുമാറാത്ത കഞ്ഞിയുമായി ഈ ആൻറ്റി കാത്തിരിക്കും. എന്നെ കാണുന്ന സന്തോഷത്തിൽ പറയും, ഓ ജോസഫിന് എന്നും ധ്യാനമല്ലേ. അതെ, ഭയങ്കര ഭാഗ്യമായിട്ടോ. ഒരു ക്ഷീണവുമില്ല. മുയലും കുഞ്ഞിൻ്റെ കൂട്ട ഇടിച്ചിടിച്ച് നടക്കുന്നു. അന്ന് രാത്രി 10:45 ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം, ചിക്കൻ ഗുനിയ, കൊറോണ എല്ലാം വന്നു കഴിഞ്ഞു. ചിലരുടെ നാവിൽ കാന്തശക്തി, ചിലരുടെ കയ്യിൽ കാന്തശക്തി, ചിലരുടെ കണ്ണിൽ കാന്തശക്തി. കെട്ടിടം പണിയുമ്പോൾ ആദ്യം കോലം, പിന്നെ ഭിത്തി. ചില ഭിത്തിയെന്നൊക്കെ ഭിത്തി പോലും വിണ്ടുപോകും. പച്ചക്കറി തുടങ്ങി ആദ്യം കോലം, പിന്നെ കോവയ്ക്ക. നേരെ നോക്കിയാൽ കോവയ്ക്ക പൊടുത്തു പോകും. നമ്മൾ പ്രാർത്ഥിച്ച് പോസിറ്റീവ് എനർജി ഉണ്ടാകണം തിന്മയുടെ കണ്ണിൽ നിന്നും മോചനം കിട്ടാനായിട്ട്. ഇപ്പം കണ്ണുകളിലൂടെ തിന്മ കടന്നു വരുന്നു. കണ്ണുകളുടെ ദുരാശ. 2 ജഡത്തിൻ്റെ ദുരാശ. കണ്ണുകളെ നിയന്ത്രിച്ചില്ലേ ജഡികമായ പാപം. 2 സാമുവേൽ 11, 12, 13 അധ്യായങ്ങൾ. രാജാവായ ദാവീദ് ഉച്ചയൂണം കഴിഞ്ഞ് ഉണ്ണിക്കൊടവരം തിരുമ്മി കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നടക്കുമ്പോൾ വിലക്കപ്പെട്ട പനി കുടിച്ചിട്ട് വരുന്നു. പിടിച്ചൊരു കടി വെച്ച് കൊടുത്തു. അവൾ ഗർഭിണിയായി എന്നാണ് പറയുക. കണ്ണുകളെ നിയന്ത്രിച്ചില്ലേ ജഡികമായ പാപം. ബ്ലൂ ഫിലിം കണ്ട് ഉറങ്ങാൻ പോയാൽ ജഡികമായ പാപം. വൃത്തികെട്ട പടം കണ്ട് മയങ്ങാൻ പോയാൽ ജഡികമായ പാപം. മൊബൈൽ ഫോണിലൂടെ സഫരിയില്ലാതെ വർത്തമാനം പറഞ്ഞ് കിടക്കാൻ പോയാൽ ജഡികമായ പാപം. കണ്ണുകളുടെ ദുരാശ എത്തിക്കുന്നു. 2 ജഡത്തിൻ്റെ ദുരാശ. 3 ജീവിതത്തിൻ്റെ അഹന്ത. നമുക്ക് പല വിധത്തിൽ അഹങ്കാരം വരാം. ചിലർക്ക് ഭർത്താവിൻ്റെ ശമ്പളം ഓർത്ത്, ഭാര്യയുടെ സൗന്ദര്യം ഓർത്ത്, മക്കളുടെ പഠിക്കാനുള്ള മിടുക്കോർത്ത്, സമ്പത്തിൻ്റെ പ്രസരിപ്പോർത്ത് പല വിധത്തിലാണ് നമുക്ക് അഹങ്കാരം വരിക. പാലായിൽ ഒരു ചേട്ടന് ജർമ്മനിയിലുള്ള നേഴ്സായ മകൾ 7 പവൻ തൂക്കമുള്ള ഡിസ്കോ സ്വർണ്ണമാല പണിയിച്ചു കൊടുത്തു. ആ മാല കിട്ടിയെന്ന് ചേട്ടൻ ഷർട്ട് ഊരി ദൂരെ കളഞ്ഞു. പാലക്കാരൻ മാല കാണിക്കാൻ ഷർട്ട് ഒരു തടസ്സം. പിന്നെ രാവിലെയും വൈകിട്ടും മാലയും മാറും ഉന്തിപ്പിടിച്ച് പാലാട്ടമിലൂടെ കിഴക്ക് പടിഞ്ഞാറായി ഈ ചേട്ടൻ
3 മാസക്കാലം നടന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ അയൽവക്കത്തെ അമ്മച്ചിയുടെ പ്രാർത്ഥന, എൻ്റെ കർത്താവേ, ഈ മനുഷ്യന് മാല മേടിച്ചു കൊടുത്ത പെണ്ണിൻ്റെ കാലിൽ ഒരു മുള്ളുപോലും കൊള്ളാതെ കാത്തോണം. പാലാക്കാരായ ഞങ്ങളുടെ മഹാഭാഗ്യം മാലയാണല്ലോ, അരഞ്ഞാണം ആകാഞ്ഞത് നന്നായി. അഹങ്കാരം പല വിധത്തിലാണ് കടന്നു വരിക. ഒരു 40 വയസ്സുകാരി പ്രായമുള്ള വികാരിച്ചിൻ്റെ അടുക്കൽ കുംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് ചോദിച്ചു, അച്ഛാ, അഹങ്കാരം പാപമാണ്. അച്ഛൻ പറഞ്ഞാൽ എന്നാ പറ്റും? കെട്ടിയവൻ്റെ ജോലി പോവും, മക്കൾ പച്ച പിടിക്കുകയില്ല, സമ്പത്ത് തകർന്നു പോവും, എല്ലാ വിധത്തിലും തകരാൻ സാധ്യതയുണ്ട്. അപ്പം അച്ഛനൊരു ജിജ്ഞാസ, എന്തിൻ്റെ പേരിലാണ് ഇവിടെ അഹങ്കരിച്ചത്? അച്ഛൻ ചോദിച്ചു, മോളെ, എന്തിൻ്റെ പേരിലാണ് നീ അഹങ്കരിച്ചത്? അവൾ പറഞ്ഞു, അച്ഛാ, എൻ്റെ സൗന്ദര്യത്തിൻ്റെ പേരിൽ. അച്ഛൻ കട്ടലിലൂടെ പുറത്തേക്ക് എത്തി നോക്കി. എന്ന് പറഞ്ഞു, മോള് ധൈര്യമായിട്ട് പൊക്കോ, തെറ്റിദ്ധാരണ ഒരു പാപമേ അല്ല, നമുക്ക് എഴുന്നേറ്റ് പോകാം. അഹങ്കാരം പല വിധത്തിലാണ് മനുഷ്യന് കടന്നു വരിക. ബൈബിളിൽ മനുഷ്യൻ്റെ 4 അഹങ്കാരങ്ങളെ യേശു പരിഹസിച്ചു. മനുഷ്യൻ്റെ 4 അഹങ്കാരങ്ങളെ ബൈബിളിൽ പരിഹസിക്കുന്നുണ്ട്. 1, പാരമ്പര്യത്തിൻ്റെ അഹങ്കാരം. പാരമ്പര്യം. സ്നാപക യോഹന്നാൻ്റെ മുമ്പിൽ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് പൂർണ്ണപിതാവായി അബ്രാഹമുണ്ട്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, പാരമ്പര്യം പറഞ്ഞ് ഞെളിയരുത്. അബ്രഹാമിൻ്റെ മക്കളെ കല്ലിൽ നിന്നും സൃഷ്ടിക്കാൻ പറ്റും. ഇന്നുകൊണ്ട് ഈ പാരമ്പര്യവാദികൾ, ഞങ്ങളുടെ അപ്പനൊപ്പന്മാർ മാർത്തോമാശ്ലീഹ എന്ന് ഡയറക്റ്റ് മാമോദിസ സ്വീകരിച്ചവരാണ്. ഇന്ന സ്ഥലത്തൊന്നും ഞങ്ങൾ കുടിയേറി വന്നവരാണ്. പാരമ്പര്യം പറയാറുണ്ട്. ഏത് നല്ല വീട്ടിൽ ജനിച്ചിട്ടും കാര്യമില്ല. ഏത് പാവപ്പെട്ട വീടാണെങ്കിലും നമ്മുടെ ജീവിതം വഴി വീട്ടുപേരറിയണം, ദേശപ്പേരറിയണം. അവിടെയാണല്ലോ അർത്ഥം. ഞാൻ വരുന്നത് ഒഴുവൂരിൽ നിന്നാണ്. ഏറ്റവും അധികം സമ്പന്ന കുടുംബങ്ങൾ കേരളത്തിലുള്ള ഒരു ഗ്രാമീണ സിറ്റി ഉഴവൂർ. 200ഓളം കുടുംബങ്ങൾ അമേരിക്കൻ പൗരത്വമുള്ളവരാണ്. പള്ളിയൊരു കാര്യം പറഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ അവർ ചെയ്തു തരും. പക്ഷെ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഈ സമ്പന്ന കുടുംബങ്ങളെയല്ല. അവിടെ തേങ്ങ പൊതിക്കുന്ന ഒരു പരവൻ്റെ വീടുണ്ട്. തുണി അലക്കി തേച്ച് കൊടുത്ത ഒരു വെളുത്തെടുത്ത് തള്ളയുടെ വീട്. ആ വീടാണ് 1ാമത്തെ വീട്. ആ വീട്ടിൽ ഒരു മോൻ പഠിച്ചു വളർന്നു ഇന്ത്യയുടെ രാഷ്ട്രപതിയായി KR നാരായണൻ. നമ്മൾ ജനിച്ച വീടിൻ്റെ മഹത്വമല്ല. ഏത് നല്ല വീട്ടിലും ഒരു മോശം ആളുണ്ടായാൽ വീട്ടുപേര് പോയില്ലേ? ഏത് മോശം വീട്ടിലും ഒരു നല്ലയാൾ ജനിച്ചോ വീടിൻ്റെ പേര് വലുതായി. ഇപ്പം പാരമ്പര്യത്തിൽ അർത്ഥമില്ല. നമ്മൾ ജീവിച്ചുകൊണ്ട് നല്ല പാരമ്പര്യങ്ങൾ ഉണ്ടാക്കണം. ചില വീട്ടുപേര് പറഞ്ഞ് ഇങ്ങനെ ഞെളിയും, പകലോ മറ്റമാണ്, ശങ്കരപുരിയാണ്, മാർത്തോമാശ്ലീഹ ഡയറക്റ്റ് കുടുംബമാണ്. എൻ്റെ വീട്ടുപേര് പുത്തമ്പരിക്കൽ. പലരും ചോദിക്കും, PSCയിൽ പണ്ടൊരു പുത്തമ്പരിക്കൽ മാത്യു സാറുണ്ടായിരുന്നു. അച്ഛൻ്റെ ആരെങ്കിലും ആണോ? എൻ്റെ ആരുമല്ല. ആരെല്ലാം പുത്തൻ പരമെഴുതാലും വേട്ടോൻ, പരവൻ, ഊരാളി, മലമ്പണ്ടാരം, ആദിവാസി, ആരെല്ലാം പുതിയ പരമെഴുതാലും പുത്തമ്പരിക്കൽ. പുത്തമ്പരിക്കൽ. നമ്മുടെ സീറോ മലബാർ സഭയിൽ പല വീട്ടുപേരും ഉണ്ടായത് പള്ളിയോട് ചേർന്നാണെന്ന് മറക്കണം. പള്ളിയുടെ കിഴക്ക് താമസിച്ചവർ കിഴക്കേൽ, കിഴക്കേ തലയ്ക്കൽ. പടിഞ്ഞാറ് താമസിച്ചവർ പടിഞ്ഞാറ്റേതിൽ. തെക്ക് വശത്ത് തെക്കേൽ, വടത് വശത്ത് വടക്കേൽ. പള്ളിയുടെ വാതുക്കൽ താമസിച്ചവർ പള്ളി വാതുക്കൽ. സിമിത്തേരിയുടെ താമസിച്ചവർ കല്ലറയ്ക്കൽ. കുരിശിൽ താമസിച്ചവർ കുരിശുമൂട്ടിൽ. ഇങ്ങനെയാണ് വീട്ടുപേരങ്ങനെ ഉണ്ടായതാ. ഓരോ വീട്ടുപേരങ്ങനെ ഉണ്ടായതാ. മാറി താമസിച്ചപ്പം വീട്ടുപേര് മാറി മാറിപ്പോയി. ഒരു മത്തായി ചേട്ടൻ മലമുകളിൽ താമസിച്ചപ്പോൾ മലയിൽ മത്തായി. റോഡ് സൈഡിൽ ആ മനുഷ്യൻ പെര പണിതപ്പോൾ നിരപ്പേൽ മത്തായി. കുഴി പോയപ്പം താഴത്തെ മത്തായി. മാറി താമസിക്കുമ്പം വീട്ടുപേര് മാറും. ഒരു മനുഷ്യൻ്റെ വീട്ടുപേര് സ്വർണ്ണക്കുന്നേൽ, പേര് ഔദ. ആൾക്കാരെ വിളിച്ചു, സ്വർണ്ണക്കുന്നേൽ ഔദ, സ്വർണ്ണക്കുന്നേൽ ഔദ. പക്ഷെ മലമുകളിലാണ് താമസം. 3 മിടുക്കര് പെൺപിള്ളേർ നേഴ്സിംഗ് പാസ്സായി, ഗൾഫിൽ ജോലി കിട്ടി. അവർ മെയിൻ റോഡ് സൈഡിൽ 20 സെൻറ്റ് സ്ഥലം മേടിച്ചു. ഒരു നല്ല പെര അപ്പനമ്മയ്ക്കും പണിത് കൊടുത്തു. പക്ഷെ ഗതികേടിന് പെര പണിതത് ആനിച്ചക്ക ഉണ്ടാകുന്ന ഒരു മുഴുത്ത ആനി മരത്തിൻ്റെ മൂട്ടിലായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ സ്വർണ്ണക്കൊന്നൽ അവരെ ആൾക്കാർ മരത്തോട് ചേർത്ത് വീട്ടുപേര് മാറ്റി ആനിമൂട്ടിലാവുക, ആനിമൂട്ടിലാവുക. ഇയാളോർത്തു, ഇത്രയും നല്ല വീട്ടുപേര്
മരത്തിൻ്റെ പരിപ്പ് മോശം. അയാൾ മഴുവും കോടാലിയും കൊണ്ട് ആനി വെട്ടി ദൂരെ കളഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ അതേ ആൾക്കാർ വിളിച്ചു തുടങ്ങി, കുറ്റിയാനിക്കലാവുക, കുറ്റിയാനിക്കലാവുക, കുറ്റിയാനിക്കലാവുക. അയാൾ പിക്കാസും തൂമ്പായും കൊണ്ടുവന്ന് കുറ്റി പറിച്ച് ദൂരെ കളഞ്ഞു. ഇന്നത്തെ വീട്ടുപേര് കുറ്റി പറയാനിക്കൽ ആവുക എന്നാണ് വീട്ടുപേര്. അപ്പം നമുക്ക് പാരമ്പര്യം പറഞ്ഞ് ഞെളിയാനൊന്നുമില്ല. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അബ്രഹാമിന് മക്കളെ കല്ലിൽ നിന്നും സൃഷ്ടിക്കാൻ പറ്റും, പാരമ്പര്യം പറഞ്ഞ് ഞെളിയരും. 2, അറിവിൻ്റെ അഹങ്കാരം. യേശു പരിഹസിച്ച 2ാമത്തെ അഹങ്കാരം അറിവിൻ്റെ അഹങ്കാരമാണ്. ഞങ്ങൾക്ക് ഗ്രീക്ക് സംസ്കാരങ്ങളും യഹൂദ സംസ്കാരങ്ങളും കാണാപ്പാടും അറിയാം. അഹന്തയോടെ പറഞ്ഞു. യേശു പറഞ്ഞു, നിന്നെ ഒന്നും ഞാൻ അറിയേല എന്ന് പറയും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അറിവിൻ്റെ അഹങ്കാരം. മലയാളിയുടെ ഏറ്റവും വലിയ ബലഹീനതയാണ് അറിവിൻ്റെ അഹങ്കാരം. അറിവ് കാണിക്കാനുള്ള ഒരു ഗമ. ഒരു കോളേജ് കുമാരനും കുമാരിയും പ്രേമിച്ചു. 2 പേർക്കും മിനിമം ഇംഗ്ലീഷ് അറിയാം. ബീച്ചിൽ ചെന്നു. സ്നേഹം മൂത്തി അവൻ അവിടെ വലതു കൈ പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. അവൾ പറഞ്ഞു താങ്ക് യു. അവൻ പറഞ്ഞു നോ മെൻഷൻ പ്ലീസ്. അവൾ പറഞ്ഞു ഒരു മനുഷ്യനോടും ഞാൻ പറയല്ല. അത്രയേ ഉള്ളൂ അറിവെന്ന് പറയാനായിട്ട്. അറിവ്. ഇന്ന് പാലാ ഭാഗത്തൊക്കെ പ്രായമുള്ള അമ്മച്ചിമാർ ഇംഗ്ലീഷ് ട്യൂഷനാണ്. മക്കൾ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK എന്നൊക്കെ വരുമ്പം അമ്മച്ചിക്ക് മിനിമം ഇംഗ്ലീഷ് പറയണ്ടേ. ഇപ്പം ഇംഗ്ലീഷ് ആരോടെ പറഞ്ഞു പഠിക്കുക? കെട്ടിയവനോട്. കെട്ടിയവൻ ഓഫീസിൽ നിന്ന് വരാൻ താമസിച്ചപ്പോൾ ഭാര്യ ഫോണിൽ കൂടെ ഹണി വെൻ ആർ യു കമ്മിങ്? കെട്ടിയവൻ പറഞ്ഞു ഐ വിൽ ബി ലേറ്റ്, അല്പം താമസിക്കും. വൈ? എന്തുകൊണ്ട്? ഐ ആം ടയേർഡ്, എനിക്ക് ക്ഷീണമാണ്. ഉടനെ ഭാര്യ ഓക്കെ ദെൻ റെസ്റ്റ് ഇൻ പീസ്. ഇതാണെന്ത് ഇംഗ്ലീഷ്. അപ്പം അറിവിൻ്റെ അഹങ്കാരം മനുഷ്യൻ കാണിക്കാറുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ പോയി ടൈപ്പ് ചെയ്യണം, ഫാദർ ജോസഫ് പുത്തമ്പരിക്കലാൻ്റെ ഫിലിം ആക്ട്രസ് ആനി. അപ്പം ഞാനും ആനിയും കൂടെയുള്ള 1 മണിക്കൂർ സംവാദമുണ്ട്, ആനീസ് കിച്ചൻ. അപ്പോൾ അതിനകത്ത് ആനി ചോദിക്കുന്നു, അച്ഛൻ ഇന്ത്യ വിട്ട് പോകുമ്പോൾ മലയാളിക്ക് അഹങ്കാരമുണ്ടോ? ഞാൻ പറഞ്ഞു ഇന്ത്യയിലും ഉണ്ട്, വിദേശത്തുമുണ്ട്. ഇവിടെ എളിമയുള്ളവരുണ്ട്, വിദേശത്ത് എളിമയുള്ളവരുണ്ട്. ചുമ്മാ പറയാൻ പറ്റിയല്ല. അച്ഛൻ്റെ ഓർമ്മ വല്ലതും ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മെൽബണിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു മലയാളി ആൻറ്റിയെ കണ്ടു. നാട്ടിൽ സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുള്ളയാൾ. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ചെന്ന് അല്പം സമ്പത്തായെന്ന് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണം. എന്നോട് പറഞ്ഞു ഫാദർ ഞങ്ങൾ നാട്ടിൽ വളരെ പോറായിരുന്നു, ഇപ്പോൾ സ്ലാവോലി ഞങ്ങൾ റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡ് സൈഡിൽ 5 സെൻറ്റിൻ്റെ 5 പ്ലോട്ട് എൻ്റെ ഹസ്ബൻഡ് മേടിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞു വരുന്നു എൻ്റെ ഹസ്ബൻഡിന് നല്ല ശമ്പളമുണ്ട്, എനിക്ക് നല്ല ശമ്പളമുണ്ട്, പേയ്മെൻറ്റുണ്ട്. അത് നല്ല ഗമേ പറയും, അച്ഛാ ദൈവകൃപയാൽ എൻ്റെ ഹസ്ബൻഡിന് ഇപ്പം നല്ല പേ ഉണ്ട്, എനിക്ക് നല്ല പേ ഉണ്ട്, മക്കൾക്കൂടെ പേ ആയ പോയേക്കാവുന്നതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുക. ഇതാണ് അറിവിൻ്റെ അഹങ്കാരം. പല വിധത്തിൽ ഈ അഹന്ത കാണിക്കുന്നവരുണ്ട്. ഒരു ഗ്രാമത്തിൽ നിന്നും 4 ചേട്ടന്മാർ അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ പോയി. 6 മാസം മക്കൾക്ക് കൂട്ടി നിൽക്കാൻ. 6 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. വൈകുന്നേരം 4 മണിക്ക് ഗ്രാമത്തിലെ ചായക്കടയിൽ ചൂട് ചായ ഊതി കുടിക്കുന്നു, ചൂടുപട ഒടിച്ചു തിന്നുന്നു. ആൾക്കാർ നോക്കുന്നു, അമ്പിളി അമ്മാവനിൽ നിന്ന് വന്ന പോലെ. ഇവർക്ക് നല്ല ഗമയാണ്. ഇതിൽ ഒരങ്കിൾ ഷർട്ടിൻ്റെ ബട്ടൺസ് തുറന്നിട്ട് കഴുത്തിലെ രോമത്തിൽ മറിഞ്ഞു കിടന്ന സ്വർണ്ണമാല വെല്ലരിങ്ങനെ പൊക്കി. എല്ലാവരും നോക്കി നിൽക്കുക. എന്നിട്ട് ചോദിച്ചു, ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് നിങ്ങൾ ആർക്ക് പറയാം? ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് നിങ്ങൾ ആർക്ക് പറയാം? 6 മാസം മുമ്പ് വരെ ശരീരം എല്ലെന്ന് പറഞ്ഞതാണ്. അമേരിക്ക പിന്നെ ഗമ കാണിക്കാൻ വേണ്ടിയാണ്. ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട്? ഒരു ചേട്ടൻ പറഞ്ഞു ഒരു 500 എണ്ണം, എന്നാൽ സ്ട്രെയിറ്റായിട്ട് പൊങ്ങി നിൽക്കാൻ പറ്റുള്ളൂ. 2ാമത്തെ ചേട്ടൻ പറഞ്ഞു 5 എണ്ണം, കൈക്ക് 2 നടുക്കൊന്ന് പൊങ്ങാൻ പറ്റും. 3ാമത്തെ ചേട്ടൻ പറഞ്ഞു മോൻ്റെ കുട്ടി വായിച്ചത് 210 ബോൺസ് എന്നോ മറ്റോ. അപ്പോൾ ചോദ്യം ചോദിച്ച ആൾ പറഞ്ഞു അറിവില്ലാത്തവൻ ആർഗ്യൂ ചെയ്ത് ടൈം വേസ്റ്റ് ആക്കരുത്. എക്സാക്റ്റ് ആൻസർ ഞാൻ പറയാം, എന്നോട് ചോദിക്കുക. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുക. അപ്പോൾ അവർ ചോദിച്ചു എത്ര ബോൺസ് ഉണ്ട്? അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഹ്യൂമൻ ബോഡി എക്സാക്റ്റ് 1951 ബോൺസ് ആണുള്ളത്. അപ്പോൾ അവർ ചോദിച്ചു
എങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞു? 2 വർഷം മുമ്പ് എൻ്റെ അപ്പൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പൻ്റെ അമ്മയെ അടക്കി. എല്ലാവരും പോയി കഴിഞ്ഞ് കുറേ സമയം കണ്ണടച്ച് നിന്നു. ഞാൻ വല്യമ്മ അടക്കിയ കല്ലറയുടെ ചുറ്റും ഒന്ന് നോക്കി. അവിടെ കൃത്യമായി ഒരു കല്ലറയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. ബോൺ ഇൻ 1951 എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെയാണ് അറിവിൻ്റെ അഹന്തയെ യേശു പരിഹസിച്ചു. 1 പാരമ്പര്യത്തിൻ്റെ, 2 അറിവിൻ്റെ. യേശു പരിഹസിച്ച 3ാമത്തെ അഹങ്കാരം ഭക്തിയുടെ അഹങ്കാരം, വിശുദ്ധിയുടെ അഹന്തയാണ്. ശിഷ്യന്മാർ പറഞ്ഞു, നിന്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തി, പിശാചുകളെ ബഹിഷ്കരിച്ചു. യേശു പറഞ്ഞു, നിന്നെയൊന്നും ഞാൻ അറിയുകയില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ലക്ഷങ്ങൾ ഷെയർ ചെയ്ത ഒരു ചെറിയ ചിന്തയുണ്ട്. ആ ചിന്ത ഇതാണ്. ഞാൻ പറഞ്ഞു, നീതിയില്ലാത്ത ഭക്തനേക്കാൾ ദൈവത്തിനിഷ്ടം ഭക്തിയില്ലാത്ത നീതിയുള്ള നിരീശ്വരവാദിയാണ്. നീതിയില്ലാത്ത ഭക്തനേക്കാൾ ദൈവത്തിനിഷ്ടം ഭക്തിയില്ലാത്ത നിരീശ്വരവാദിയാണ്. പള്ളിയിൽ പോയി കുമ്പസാരിച്ചു, കുർബാന കൈക്കൊണ്ടു, ബ്ലേഡിന് കാശ് കൊടുത്ത് മനുഷ്യനെ പിഴിയുന്നവൻ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവൻ. എന്നും കുർബാനയ്ക്കുണ്ട്, എല്ലാത്തിനുമുണ്ട്, പക്ഷെ ജീവിതത്തിൽ നീതിയില്ല. അവനേക്കാൾ ഇഷ്ടം പള്ളിയിൽ കയറാത്ത നിരീശ്വരവാദിയാണ്. നീതി പ്രവർത്തിച്ചാൽ മതി. ഒരു സ്ത്രീയെ സംബന്ധിച്ച് പള്ളി വരാൻ പറ്റുന്നില്ല, കാരണം ഭർത്താവിൻ്റെ അമ്മ കിടപ്പാ, കുളിപ്പിച്ച് തുടപ്പിച്ച് കിടത്തണം. കുർബാനയ്ക്ക് പോകുന്നതിനേക്കാൾ വലുത് ആ അമ്മയെ കുളിപ്പിക്കുന്നതാ, മറക്കരുത്. അതാണ് വിലയെന്ന് പറയുക. ആ ശുശ്രൂഷയ്ക്ക് ശക്തി കിട്ടാൻ വേണ്ടിയാ പള്ളിയിൽ പോകേണ്ടത്. അവരവിടെ ചത്താലും വേണ്ടിയില്ല. എനിക്ക് കുർബാന, കൂദാശ, ധ്യാനമന്ദിരം ഈ വട്ടുഭക്തിയാണ്. ഒന്നും ആധ്യാത്മികതയൊന്നുമല്ല. അതിന് അർത്ഥവുമില്ല, ഒരു പ്രസക്തിയുമില്ല. നമുക്ക് ഈ നല്ല ശുശ്രൂഷ ചെയ്യാൻ ശക്തി കിട്ടാൻ വേണ്ടി പള്ളിയിൽ പോകണം. അല്ലാതെ ഈ ശുശ്രൂഷയില്ലാതെ പള്ളിയിൽ പോയിട്ട് അർത്ഥമില്ലല്ലോ. നീതിയില്ലാത്ത ഭക്തനേക്കാൾ തമ്പുരാനിഷ്ടം ഭക്തിയില്ലാത്ത നീതിമാനെയാണ്. നമുക്ക് സ്വർഗം ഒരുപാട് അത്ഭുതങ്ങൾ സമ്മാനിക്കും. മരണശേഷം സ്വർഗം കാണാൻ വേണ്ടി ഞാനിങ്ങനെ വാതിൽക്കിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കുറേ കാഴ്ചകൾ. അവിടെ ഞാൻ കാണുമെന്ന് കരുതിയ പലരും അവിടെ ഇല്ലെന്ന് കരുതിയ പലരും അവിടെ ഉണ്ട്. ധ്യാനഗുരുവായ ഞാൻ അതിൻ്റെ 7 അയൽവക്കത്ത് പോലും ഇല്ല. ഇതാണ് സ്വർഗം തരുന്ന വലിയ അത്ഭുതങ്ങൾ. ഇപ്പം വിശുദ്ധിയുടെ അഹന്ത ഒരിക്കലും അരുത്. ചിലരെ നമ്മൾ വിധിക്കുകയരുത്. യേശു പരിഹസിച്ച 4ാമത്തെ അഹങ്കാരം അധികാരത്തിൻ്റെ അഹങ്കാരമാണ്. അധികാരത്തിൻ്റെ അഹങ്കാരം യോഹന്നാൻ 21 പത്രോസിന് തോന്നി. കെട്ടുവാനും മുറുക്കുവാനും അയക്കുവാനും അഴിക്കുവാനും സമസ്ത അധികാരമുണ്ട്. ഇന്നലെ വരെ ഞാൻ 0, ഇന്നു മുതൽ പൊടി ഹീറോ. ഈ തരക്കനം വന്നപ്പോൾ ക്രിസ്തു പറഞ്ഞു, പത്രോസേ, പ്രായമാകുമ്പോൾ നിന്റെ അര മറ്റൊരാൾ മുറുക്കുകയും ഇഷ്ടമില്ലാത്തടത്തേക്ക് നീ മറ്റുള്ളവരാൽ ആനയിക്കപ്പെടുകയും ചെയ്യും. വാണം പോലെ പൊങ്ങിയവരെല്ലാം വടി പോലെ കീഴോട്ട് പോരും. 1980കളിൽ അത്ഭുതത്തോടെ ഞാൻ നോക്കിക്കണ്ടു ലോകത്തിൻ്റെ ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി. എല്ലാവരും ഇടിച്ചു വീഴിച്ചു, ചാടി ഇടിച്ചു, ഉരുണ്ടിടിച്ചു. ഞാൻ അത്ഭുതത്തോടെ നോക്കിയ മനുഷ്യൻ. 2010 അമേരിക്കയിലെ കെൻഡക്കിയിൽ ലൂയിവില്ലയിൽ ഞാൻ ധ്യാനിപ്പിച്ചപ്പോൾ ഈ മനുഷ്യനെ കാണാൻ വേണ്ടി സന്ദർശകർ ഇവിടെ ധ്യാനം ചെന്നു. അപ്പം ഞാൻ കാണുന്ന കാഴ്ച, ഇടിച്ചു വീഴിച്ച മനുഷ്യൻ ചെക്കിലിപ്പ് കയ്യിലെടുക്കുമ്പോൾ ഇരുന്ന് വിറയ്ക്കുക. ഇടിയുടെ ബാക്കി പാർക്കിൻസൺ രോഗമായി. 2 ഒളിമ്പിക്സിൽ ലോങ് ജമ്പിൽ മെഡൽ മേടിച്ച കാൾ ലൂയിസ് ഇന്ന് 5 മിനിറ്റ് പറയാൻ 2 ഇഞ്ചക്ഷൻ വേണം. നിത്യകാല ഹീറോമാരില്ല, നിത്യകാല ഹീറോയിന്മാരുമില്ല. വെള്ളിത്തിറങ്ങി മിനിങ്ങി നടന്ന സിനിമാ നടന്മാർ പലരുടെയും ഇന്നത്തെ ഷേപ്പ് കാണണം. ജീവിതം അത്രയേ ഉള്ളൂ. ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഓൾഡ് ബാച്ച് യാത്രങ്ങി നടത്തിയപ്പം ഞാൻ കോളേജിൽ പഠിച്ച കാലത്തെ ചില പെൺകുട്ടികളുടെ ഷേപ്പ് മനസ്സിലോർത്തു. 40 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കൂടി, ദൈവമേ, അന്നത്തെ താരസുന്ദരികൾ ഇന്ന് പൊറോട്ടയ്ക്ക് കുഴച്ചിട്ട മാവ് പോലെ ഇങ്ങനെ പടന്നു കിടക്കുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. നിങ്ങളും ഞാനും അത്രയേ ഉള്ളൂ. അപ്പം അത് ഒരിക്കലും രാജാക്കന്മാരില്ല, രാജകുമാരികളില്ല, തീർന്നു പോകും. നിത്യമായ ഹീറോ ഇല്ല, ഹീറോയിന്മാരുമില്ല. ഓർക്കണം, ഒരു ഗ്രാമത്തിൽ
ഒരു ഫയൽമാൻ വന്നു, ബർമുഡ ധരിച്ചു, ലോകത്തെ എണ്ണ പുരട്ടി, വിസിലൂതി. 500ഓളം ഗ്രാമവാസി ഓടി വന്നു. സൈക്കിൾ അഭ്യാസം, മെയ്വഴക്കം, സർക്കസ് ഇയാൾ ഇങ്ങനെ കാണിച്ച് പോവുക. എന്നിട്ട് ഈ മനുഷ്യൻ ഇപ്പോൾ എല്ലാവരും നിൽക്കുക, ഒരു ചെറുനാരങ്ങ കയ്യിലെടുത്തു, നാരങ്ങ മുറിച്ചു, ഒരു മുറി എറിഞ്ഞു, മറ്റേ മുറി കൈ പിടിച്ചു. എല്ലാവരും നോക്കി നിൽക്കുക, ഒരു ഞെക്ക്, ഒരു മുക്ക്, ഒരു കറക്ക്, ഒരമുക്ക്. നാരങ്ങയുടെ ചൊന, കറ, നീരെ, പശ മൊത്തം ചാടി വന്നു. ഫയൽമാൻ ഈ തൊലി കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ തിരുമിയണക്ക് തൊലിയിൽ നിന്നും നിങ്ങൾ ആരെങ്കിലും ഒരു തുള്ളി നീരെടുത്താൽ നീരെടുക്കുന്ന ആൾക്ക് 501 രൂപ എൻ്റെ വക ക്യാഷോവാണ്. എല്ലാവരും വായു പൊത്തി മാറി നിന്നു. ഫയൽമാൻ തിരുമിയണക്ക് തൊലിയെന്ന് നീരെടുക്കാൻ പറ്റുമോ? അപ്പോഴുണ്ട് ഒരു മാന്യനായ മനുഷ്യൻ, നല്ല പാൻസ്, ജൂബ, മുടി വകഞ്ഞീരി, കണ്ണടയം വെച്ച് മുമ്പോട്ട് വന്നു, ഇങ്ങോട്ടിതാ ഞാനൊന്ന് നോക്കട്ടെ. ആൾക്കാർ ഈ ആളെ നോക്കി ചിരിച്ചു. ഈ മനുഷ്യൻ ഫയൽമാൻ്റെ നാരങ്ങാത്തൊലി മേടിച്ചിട്ട് ഒരാംഗിളിൽ വളഞ്ഞു നിന്ന് ഒരു ഞെക്ക്, ഒരമക്ക്, ഒരു നാരങ്ങാവളത്തെ നീരും കൂടെ ആ തൊലിയെന്ന് ഈ 65 വയസ്സം വരുന്ന മാന്യനായ മനുഷ്യനെടുത്തു. ഫയൽമാൻ 501 രൂപ കൊടുത്തിട്ട് ചോദിച്ചു, ഞാൻ തിരുമി ഉണക്കിയ തൊലിയെന്ന് നീരെടുക്കാൻ പറഞ്ഞ ഇങ്ങേരാരാ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പുതുതായിട്ട് സ്ഥലം മാറി വന്ന വികാരിയച്ഛനാണ്, ഒരു പള്ളിപ്പണി നടക്കുന്നുണ്ട്, എങ്ങനെ പിഴയണമെന്ന് നിങ്ങളെയൊക്കെ കൂടുതലായിട്ട് ശരിക്കറിയാൻ പറ്റും. ഇപ്പം വലിയവരെ തോപ്പിക്കുന്നത് നിസ്സാരപ്പെട്ടവരാ, ശക്തന്മാരെ തോപ്പിക്കുന്നത് നിസ്സാരപ്പെട്ടവരാ. നമ്മൾ പണ്ട് ഒരു ഗുണപാഠ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആമയും മുയലും. ആമയും മുയലും പഠിച്ച ഗുണപാഠ കഥ. മുയലോർത്തു ഇടയ്ക്ക് ഓടിയിട്ട് ഉറങ്ങാം, ആമ എഴിഞ്ഞു വരുമ്പോൾ 2 ചാട്ടത്തിന് മെഡൽ മേടിക്കാം. മുയൽ ഉറങ്ങിപ്പോയി, ആമ എഴഞ്ഞു നിന്നു, സമ്മാനം മേടിച്ചു. വലിയവരെ തോപ്പിക്കുന്ന നിസ്സാരപ്പെട്ടവർ. പക്ഷേ അത് ശരിയല്ലെന്ന് ഈടെ പിടിയിട്ടത്. അബദ്ധത്തിൽ അങ്ങനെ കഥ പോയതാണ്. സത്യത്തിൽ ജയിച്ചത് മുയൽ തന്നെയാണ്. കഥ മാറാൻ കാരണം റെഫറിയാണ്. റെഫറി തമിഴനാണ്. ആൾക്കാർ ചോദിച്ചു, റെഫറി മുയലാണോ ജയിച്ചത്? റെഫറി പറഞ്ഞു, ആമ. അങ്ങനെ ആമ ജയിച്ചു, മുയൽ തോറ്റു, കഥ മൊത്തം മാറിപ്പോയെന്ന. ശക്തന്മാരെ തോപ്പിക്കുന്നത് നിസ്സാരപ്പെട്ടവരാ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലയിൽ പാപമുണ്ട്? ഗലാത്യലേഖനം 5:16 മുതൽ വാക്യങ്ങളിൽ പൗലോസ്ലീഹ പാപത്തിൻ്റെ ലിസ്റ്റ്: അശുദ്ധി, ദുർവൃത്തി, ആഭിചാരം, കൂടോത്തരം, രാഗുബലം, കോപം, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, പിണക്കം, ഇതൊക്കെ പാപമാണ്. ഇപ്പം നാളെ നമുക്ക് കുമ്പസാരമെന്ന കൂദാശ 4:30 മുതലുള്ള സമയത്ത് കുമ്പസാരമുണ്ട്. ആ സമയത്ത് കൊന്തയെല്ലാം ഇപ്പം 5 മണി കഴിയുമ്പോൾ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇപ്പം ടൈം ടേബിളിൽ മാറ്റമൊന്നുമില്ല. 4:30 മുതൽ നോമ്പിൽ ഒരു നല്ല കുമ്പസാരത്തോടെ നോമ്പ് തുടങ്ങാനുള്ള അവസരം. എന്താണ് കുമ്പസാരം എന്നുകൂടി ഒന്ന് കണ്ടു വേണം ചിന്തകളെ അവസാനിപ്പിക്കാൻ. 5ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കുന്ന കുട്ടികളോട് ക്ലാസ്സിലെ ടീച്ചർ ചോദിച്ചു, എന്താ മക്കളെ കുമ്പസാരം? ഒരു കുട്ടി ചാടി എന്നിട്ട് പറഞ്ഞു, ടീച്ചറെ, പിരിവരാന്നുള്ള പൊത്തിക്കൂടെ പൊരുവരാന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കുമ്പസാരം. പിരിവരാന്നുള്ള പൊത്തിക്കൂടെ പൊരുവരാന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കുമ്പസാരം. എന്താ കുമ്പസാരം? അനുദപിക്കുന്ന ഭാവിയും അനുഗ്രഹിക്കുന്ന കർത്താവും കണ്ടുമുട്ടുന്ന വേദി. ശരിക്കും ഒരു കുമ്പസാരം നടത്തിയാൽ ഉള്ളിലെ ദേഹത്തെ രോഗം മാറും. ശരിക്കും കുമ്പസാരിക്കുമ്പോൾ ആന്തരിക മുറിവ് മാറും. നിൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിച്ചു. എൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിച്ചു. ഇതാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുക. നമ്മുടെയൊക്കെ പാപത്തിൻ്റെ അവസ്ഥ ഏറ്റു പറയുമ്പോഴുള്ള ഒരു വലിയ സൗഖ്യം. ചെല്ല് പറയും, 4-ാം നൂറ്റാണ്ടിൽ സഭ കണ്ടുപിടിച്ചതാണ് കുമ്പസാരം. പണ്ട് കുമ്പസാരമില്ലായിരുന്നു. അത് ചരിത്ര പഠനം ഇല്ലാത്തതുകൊണ്ടാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ കുമ്പസാരമുണ്ട്. നീ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്ന അഴിക്കപ്പെട്ടിരിക്കും.